ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ സെക്ഷൻ ആരംഭിക്കുകയാണ്. വളരെ എനർജിയുള്ള, വളരെ ചിന്തിപ്പിക്കുന്ന ഒരു ഏരിയയാണ് വിധിയും മനഃശക്തി. വിധിയും മനഃശക്തിയും എന്ന് പറയുന്നൊരു ഏരിയ. അപ്പോൾ നിലവിൽ നമ്മൾ വിധി എന്ന് പറയുന്ന ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വിധി എന്ന് പറയുന്ന ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വിധി എന്ന് പറയുന്ന ഒരു ഒരു കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട്, വിധി എന്ന് പറയുന്ന ഒരു മനോഭാവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ലോകത്ത് ആദിമകാലം മുതൽ നിരവധി വിധികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മളുടെ വിധിയാണ് നമ്മളുടെ ജീവിതത്തിലെ പല തകർച്ചയ്ക്കും കാരണമെന്ന തോന്നലുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ആദിമകാലം മുതൽ തന്നെ പലതരത്തിലുള്ള വിശ്വാസങ്ങൾ, ആ വിശ്വാസങ്ങളിലുള്ള പരിഹാരങ്ങൾ ചെയ്യാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. ഇത് വളരെ എല്ലാവർക്കും അറിയാവുന്ന ഒരു മേഖല തന്നെയാണ്. അപ്പോൾ അത് ഓരോ മതങ്ങൾക്കും, ഓരോ വിശ്വാസങ്ങൾക്കും, വിധി എന്ന വിശ്വാസത്തിൽ നിരവധി സമ്പ്രദായങ്ങൾ, മനസ്സിലായില്ലേ? പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും, പണ്ട് ഉണ്ടായിരുന്ന പ്രകൃതിദത്തമായിട്ടുള്ള ഗുഹാവാസികളായിരുന്ന ആ കാലഘട്ടം മുതലേ വിധി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടായിരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതൊരു പുതു തലമുറയെ ബാധിച്ചൊരു വിഷയമൊന്നുമല്ല, വളരെ കുറഞ്ഞിട്ടേ ഉള്ളൂ ഈ തലമുറയ്ക്ക്. അപ്പോൾ വിധി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ലോകത്ത് തന്നെ ആദ്യത്തെ കലണ്ടർ തയ്യാറാക്കിയിട്ടുള്ള എന്താണ് നമ്മുടെ മെക്സിക്കോയിലെ സംസ്കാരം ഉണ്ടല്ലോ, കേട്ടിട്ടുണ്ടോ? നമ്മുടെ അപ്പോ കലിസ്റ്റോറിയെ, അങ്ങനെ ഒരു ഫിലിം കണ്ടിട്ടുണ്ടോ? അപ്പോ കാലിപ്പിറ്റോ, അതെ, അപ്പോ കലിസ്റ്റോറിയെ, അങ്ങനെ സിനിമ കണ്ടിട്ടുണ്ടോ? അപ്പോ കാലിപ്പിറ്റോ, അതെ, ആ ഫിലിമൊക്കെ തന്നെ ഇപ്പോഴും, അതായത് ഇപ്പോഴും അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അവിടെ കൾച്ചറിലുള്ളതാണ്. ലോകത്തെ ഏറ്റവും കൾച്ചറുകളിൽ, അല്ലെങ്കിൽ കൂട്ടമായിട്ടുള്ള നാഗരിക സംസ്കാരങ്ങളിൽ ഒന്നാണ് അത്. അപ്പോൾ അവിടെ പോലും ശരിക്കും പറഞ്ഞാൽ ഈ വിധിയെ ചെറുക്കുന്നതിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. ആ രാജ്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലും നിരവധി ചെയ്തിട്ടുണ്ട്. അതായത് പല പല രീതിയിലുള്ള വേട്ടമൃഗങ്ങളുടെ ആന്തരിക അവയവങ്ങളും ചായക്കോപ്പുകളും പൂക്കളം വെച്ചും അങ്ങനെ നിരവധി രീതിയിൽ പ്രവചനങ്ങൾ നടത്തിയും ഒക്കെ തന്നെ ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജനന സമയം നോക്കി ഉള്ള ഗ്രഹങ്ങളുടെ കണക്ട് ചെയ്തുകൊണ്ടുള്ളത്, അതുപോലെ ജ്യോതിശാസ്ത്രത്തിലെ തത്വങ്ങളെ ഉപയോഗിച്ചതുപോലെ തന്നെ ഈ വെറ്റില ആയി ബന്ധപ്പെട്ട് അങ്ങനെ നിരവധി ഇപ്പോഴും നടക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. പക്ഷെ നമുക്കിവിടെ ആ വിധിയെ ഒന്ന് സൂക്ഷ്മ നിരീക്ഷണം നടത്തേണ്ടതുണ്ട്. ആ വിധി എന്ന് പറയുന്ന ഇതിനെ നമുക്കൊരു സൂക്ഷ്മ നിരീക്ഷണം നടത്തേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സൂക്ഷ്മ നിരീക്ഷണത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും സഞ്ചരിക്കുക. അതിന് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് കാര്യകാരണ പരിഹാരം എന്ന് പറയുന്ന, അല്ലെങ്കിൽ കാര്യകാരണ തത്വം എന്ന് പറയുന്നൊരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ അതിനെ, അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു ചിന്തയിലൂടെയാണ്, എന്ന് പറയുന്ന ഒരു ആശയ രൂപീകരണത്തിലൂടെയാണ് നമ്മൾ ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അതായത് കാര്യകാരണ തത്വം പറയുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു കാര്യത്തിൽ നിന്ന് നിരവധി കാരണങ്ങൾ ഉണ്ടാകുകയും ആ നിരവധി കാരണങ്ങളിൽ നിന്ന് നിരവധി കാര്യങ്ങൾ ഉണ്ടാകുകയും നിരവധി കാര്യങ്ങളിൽ നിന്ന് നിരവധി കാരണങ്ങൾ ഉണ്ടാവുകയും, ഇങ്ങനെ ആണ് ഈ പ്രോസസ് മുന്നോട്ട് പോവുക. അപ്പം നമ്മൾ ഇന്ന് ജീവിക്കുന്ന
ഈ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന എല്ലാ തരം വിജയങ്ങളായിക്കോട്ടെ, പരാജയങ്ങളായിക്കോട്ടെ, ഭാഗ്യമായിക്കോട്ടെ, ദൗർഭാഗ്യമായിക്കോട്ടെ, ഇതിൻ്റെ പിന്നിൽ ഇന്നലകളിലെ ഒരു കാര്യമുണ്ട്. ഇന്നലകളിലെ ഒരു കാര്യം അല്ലെങ്കിൽ മെനിഞ്ഞാന്നുകളിലെ ഒരു കാര്യം, ഇന്നലകളിലെ ഒരു കാരണം, ഇന്നത്തെ ഒരു കാര്യം. അങ്ങനെ വിവിധ കാര്യകാരണമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്ന് നമ്മൾ വന്നു നിൽക്കുന്നത്. അത് നമുക്ക് ഉപയോഗപ്രദമായ കാര്യം പറയുമ്പോൾ നമ്മൾ അതിനെ എന്താണ്, ഭാഗ്യമെന്നും, മനസ്സിലായില്ലേ, നമുക്ക് അത് ഉപയോഗപ്പെടാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് കടന്നു വരുന്നതെങ്കിൽ നമ്മൾ അതിനെ ദൗർഭാഗ്യമെന്നും വിധിയെന്നും ഒക്കെ തന്നെ അവിടെ പറയാറുണ്ട്. പക്ഷെ ഈ രണ്ട് കാര്യവും വിജയിച്ചതിൻ്റെ പിന്നിലെല്ലാം നമ്മളാണ് കാരണമെന്നും, പരാജയത്തിന്റെ കാരണങ്ങളിലെല്ലാം മനസ്സിലായില്ലേ അത് വിധിയാണെന്നും, അത് മറ്റാരുടെയോ മറ്റു എന്തോ അല്ലെങ്കിൽ പുനർജന്മത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധിയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നും നമ്മൾ പറയാറുണ്ട്. ഒരു സെക്കൻഡ്. ഓക്കെ, പറയാറുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് ആലോചിക്കണം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ഓരോ വിജയത്തിന്റെ പിന്നിലും ഇപ്പോൾ എന്താണ്, നമ്മളെപ്പോഴും ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും ഒക്കെ നമ്മൾ പറയുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല നമുക്ക് ലഭിക്കുക, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതല്ല, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് ഇന്നലെ നമ്മളൊരു വിത്തിട്ടിട്ടുണ്ടായിരുന്നു. അതൊരു കാര്യമാണ്. ഇന്നലെ നമ്മളൊരു വിത്തിട്ടിട്ടുണ്ട്. ആ വിത്ത് ഇന്ന് ഒരു കാരണമായി വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഓരോ പഴങ്ങളും അല്ലെങ്കിൽ ഓരോ മാമ്പഴങ്ങളും അത് എത്രയോ കാരണത്തിലൂടെ നമ്മളുടെ ജീവിതത്തിലേക്ക് എത്തിയതാണ്. ആദ്യം ഇട്ട ഒരു വിത്താണെന്ന് വിചാരിക്കുക. ഒരു വിത്താണ് നമ്മൾ ഇട്ടെങ്കിൽ ആ വിത്തിൽ നിന്ന് എത്രയോ അത് വളർന്ന് എത്രയോ മാമ്പഴങ്ങൾ അതിൽ വരികയും ആ മാമ്പഴങ്ങൾ എല്ലാം തന്നെ വീണ്ടും മരങ്ങളായി, മാവുകളായി വളരുകയും അതിൽ നിന്ന് അനേകം പേർക്ക് സന്തോഷവും രുചിയും, മനസ്സിലല്ലേ, വിശപ്പും ഒക്കെ മാറാൻ പറ്റുന്ന അതേ പ്രോസസ്സിൽ പോലെ തന്നെ നമ്മളുടെ തുടക്കത്തിൽ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന, നമ്മൾ ഇന്ന് അറിയുന്ന തുടക്കത്തിൽ നമ്മളുടെ പൂർവികരിട്ടിട്ടുള്ള വിത്തുകളും കൂടിയാണ് നമ്മുടെ ഇന്നത്തെ വിധി. അത് മനുഷ്യന്റെ ഒരു പുനർജന്മ സിസ്റ്റവുമായി ബന്ധപ്പെട്ടതല്ല, തലമുറകളുടെ സിസ്റ്റവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല കാര്യകാരണങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത്. അത് നമ്മുടെ പല രീതിയിലുള്ള മനോഭാവങ്ങളായിക്കോട്ടെ, എപ്പോഴും ഞാൻ പറയുന്നുണ്ട്, മനോഭാവങ്ങൾ വരെ നമ്മുടെ തലമുറ കൈമാറി വന്നതാണ്. അതിൽ ഒന്നിൻ്റെ മരണത്തിന് ശേഷം അതിൻ്റെ അനന്തരഫലമായി വന്നതല്ല. ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ തന്നെ, അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തന്നെ നമുക്ക് വേണ്ടി വിത്തുകൾ ഇട്ടിട്ടുണ്ട്. ആ വിത്തുകളുടെ ഫലം, വിത്തുകൾ ഇട്ടേക്കുന്നത് ഒരു കാര്യമാണെങ്കിൽ ആ വിത്തുകളുടെ ഫലം എന്ന് പറയുന്ന ആ മാമ്പഴം അതിൻ്റെ കാരണമാണ്. പക്ഷേ ഈ കാലവും, അതായത് കഴിഞ്ഞ നമ്മൾ വിത്തിട്ടിരുന്ന കാര്യവും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കാരണവും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ കുറിച്ച്, ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന ടൈമിൻ്റെ ഒരു ബോധമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത്. മനസ്സിലായോ? നമ്മൾ വിത്തിട്ടു,
നമ്മൾ ഒരു മാമ്പഴം കഴിച്ചിട്ട് അതിൻ്റെ വിത്തെടുത്തെറിഞ്ഞു, കാലങ്ങൾക്ക് ശേഷം അത് വളർന്നു. പക്ഷെ ഇതിൻ്റെ ഒരു കാലഘട്ടം നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടാണ് കഴിഞ്ഞ കാലം മീൻസ് കഴിഞ്ഞ ജന്മമല്ല, നമ്മൾ തന്നെ ഇട്ടിട്ടുള്ള പല കാരണങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളും അതിൻ്റെ ഭാവിയിൽ അത് നമ്മളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ ഇത് എല്ലാവരും മനസ്സിൽ നോട്ട് ചെയ്യുക. നാളത്തെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി വെക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. നമ്മൾ ഇട്ടിരിക്കുന്ന നമ്മൾ ഇന്നലത്തെയും ഇന്നത്തെയും ഇതിൻ്റെ ഒരു കണക്ടിവിറ്റിക്കുള്ള സമയം നമ്മൾ അല്ലെങ്കിൽ ബ്രെയിന് നമ്മൾ കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ അതിൻ്റെ ഒരു അന്വേഷണത്തിന് നമ്മൾ ഇന്ന് പ്രസന്റ് സിറ്റുവേഷനിൽ മാത്രം ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് പ്രസന്റ് സിറ്റുവേഷനിൽ മാത്രം ആലോചിക്കണം. ഒരു കാരണവശാലും പിറകിലേക്കൊന്നും ചിന്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ പല കാരണങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, മറന്നു പോവുകയാണ്. അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, മറന്നു പോവുകയാണ്. മറ്റാരോ കേട്ടില്ല. ചിന്തയിൽ നിന്ന് ഉണ്ടാകുന്ന പ്രവൃത്തി. ഓക്കെ, ചിന്തയിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തിയാണ്. മനസ്സിലായില്ലേ? അതായത് രണ്ട് പേര് തമ്മിൽ, എനിക്ക് ഇപ്പൊ വരുന്ന ഉദാഹരണങ്ങൾ പറയാണ്. രണ്ട് പേര് തമ്മിൽ സംസാരിക്കുന്ന ഒരു വിഷയത്തെ നമുക്ക് മനസ്സിലായി ഇവിടെ ഈ സംസാരിക്കുന്ന ആശയം അവർ തമ്മിൽ പരസ്പരം തെറ്റിദ്ധാരണയുടെ പുറത്താണെന്നും അത് ഞാൻ വിചാരിച്ചാൽ തിരുത്താമെന്നും ചിന്ത കൊണ്ട് മാത്രമുള്ള കാര്യങ്ങൾ പറയണം എന്നും തിരിച്ചറിവുണ്ടായിരുന്നിട്ടും, കാരണം യാഥാർത്ഥ്യം എനിക്കറിയാവുന്ന കാര്യമാണ്, ഞാൻ വിചാരിച്ചാൽ അത് തിരുത്താമെന്ന് മനസ്സിലാക്കുകയും എനിക്കതിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ വേണ്ട എന്ന് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അവിടെ അവർ രണ്ടുപേരും തമ്മിൽ മാനസിക സംഘർഷങ്ങൾക്ക് അല്ലെങ്കിൽ അവർ തമ്മിൽ അടിയായി അല്ലെങ്കിൽ അവർ തമ്മിൽ മാനസികപരമായി പിരിഞ്ഞു എന്ന് വിചാരിക്കുക. അവിടെ നമ്മൾ പ്രവർത്തിച്ച പോലുമില്ല എങ്കിൽ പോലും നാളെ അവർ രണ്ടുപേരും യാഥാർത്ഥ്യം മനസ്സിലാക്കും. ഈ വ്യക്തിക്ക് അറിയാവുന്ന കാര്യമായിരുന്നിട്ട് പോലും നമ്മളെ ഒന്ന് പറഞ്ഞ് തിരുത്താമായിരുന്നു എന്ന് വരുന്നതൊരു കാരണമാണ്. അത് അവരുടെ രണ്ട് വ്യക്തികളുടെയും മാനസികപരമായി പിരിഞ്ഞ രണ്ട് വ്യക്തികളുടെയും മനസ്സിൽ അവരുടെ പിന്നീടുള്ള പ്രവർത്തനത്തിൽ പിന്നീട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ചിലപ്പോൾ ഒരു അവസരം വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, അവരായിരിക്കും നമ്മളുടെ ആ സമയത്തെ ഏറ്റവും അസറ്റ്. അവരുടെ ഒരു ചെറിയൊരു കാര്യം മതിയായിരിക്കും, പക്ഷെ നമ്മളുടെ സ്വഭാവത്തെ അളന്നുകൊണ്ട് നമ്മളെ പരിഗണിക്കേണ്ട സ്ഥലത്തുനിന്ന് അവരോ അല്ലെങ്കിൽ അവരുമായി ഇണങ്ങി നിൽക്കുന്നവരോ എന്ത് ചെയ്യും, നമ്മളെ അവോയ്ഡ് ചെയ്താലും നമ്മൾ ചിന്തിച്ച കാര്യത്തിൽ പോലും എന്ത് ചെയ്തു, അവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കത് അനുഭവിക്കേണ്ടി വന്നു. നമുക്കതിന് നല്ല റിസൾട്ട് കിട്ടാതെ വന്നു. അവിടെ നമുക്ക് വിധി എന്ന് പറയാം. ഏത് കാര്യത്തെക്കുറിച്ചും നമുക്ക് ഇങ്ങനെ ആലോചിക്കാം. ഇത് നമ്മൾ ഓരോരുത്തരും, നമ്മളെപ്പോഴും പറയുന്നു, ഈ കോഴ്സ്, നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾക്കൊന്നും ഇവിടുന്ന് തരാനില്ല. നിങ്ങൾ ഇവിടെ നിന്ന് ഇത് അന്വേഷിക്കുക എന്നുള്ളതാണ്. ഈ കാര്യത്തെ അന്വേഷിക്കുക. ഇന്നലെ വരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിധി എന്ന് പറയുന്ന നമ്മുടെ വിജയ പരാജയങ്ങളുടെ വിധി. മനസ്സിലായില്ലേ? അതായത് എൻ്റെ ഒരു കാര്യം പറയാം. അത് നമ്മൾ ഇടുന്ന വിത്തുകൾ മാത്രമല്ല, നമ്മൾ അതിന്റെ ഫലം എടുക്കുക. നമ്മൾ നട്ടു വളർത്തിയ മാവിൽ നിന്ന് മാത്രമല്ല നമ്മൾ മാമ്പഴം കഴിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ പലപ്പോഴും മറ്റു പലരും ചെയ്ത കാര്യകാരണങ്ങൾ നമ്മളെ ജീവിതത്തിൽ എന്ത് ചെയ്യും, അത് സ്വാധീനിക്കും. അത് ലോക വിപ്ലവം മീൻസ് യുദ്ധങ്ങളായിട്ടോ അല്ലെങ്കിൽ ഭൂകമ്പങ്ങളായിട്ടോ അല്ലെങ്കിൽ സുനാമികളായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഉരുൾപൊട്ടലായിട്ടോ ഒക്കെ തന്നെ ബാധിക്കുന്ന പല വിധികളിലും ഇത് മറ്റ് എന്തെങ്കിലും ഘടകങ്ങൾ കൂടിച്ചേർന്നതിൻ്റെ റിസൾട്ടായിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ഇവിടെ
നമ്മൾ ഈ പറയുന്ന ഓരോ ഉദാഹരണങ്ങളും നമ്മുടെ ലൈഫിലെ മൂവിങ്ങിന് വേണ്ടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നമ്മൾ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന നമ്മളെ പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യാനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനെ നമുക്ക് വേണമെങ്കിൽ വേറെ കുറേ രീതിയിൽ ചിന്തിച്ചു പോകാം. ആത്മ അന്വേഷണങ്ങളായിട്ടൊക്കെ തന്നെ പോകാം. ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന വിധി എന്ന് പറയുന്നത് വിജയ പരാജയങ്ങളുടെ ബേസിലാണ്. അപ്പൊ അത്തരം ഉദാഹരണങ്ങൾ എടുക്കുമ്പോൾ കൂടുതൽ ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ നമുക്ക് പറ്റും, അന്വേഷിക്കാൻ നമുക്ക് പറ്റും. കണക്റ്റ് ആയോ പറയുന്നത്? കേട്ടില്ല. ഭൂതകാലങ്ങളുടെ നമുക്ക് വരുന്ന ഒരു ഭീതി എന്ന് പറയുന്നത് പഴയ കാലത്ത് അച്ഛനോ ചെയ്തിട്ടുള്ള ഒരു വിഷയത്തിൽ നിന്നാണ് വരുന്നതെന്നാണല്ലോ ഇപ്പം മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പം അതെങ്ങനെ നമുക്ക് മനസ്സിലാവും, അതെങ്ങനെ തിരുത്തപ്പെടാൻ പറ്റും എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതായത് വിധി കഴിഞ്ഞ ജന്മത്തിലോ അല്ലെങ്കിൽ വിധി അനുഭവിച്ചേ പറ്റുള്ളൂ എന്ന തോന്നൽ നമ്മൾ ഏത് നിമിഷം മാറ്റുന്നോ അവിടെയാണ് അതിന്റെ പരിഹാരം കാണുക. കാര്യകാരണ പരിഹാരം എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് പോവുക. അവിടെ ബ്ലോക്ക് ചെയ്താൽ തീർച്ചയായും അടുത്ത ഒരു വ്യക്തികളിലേക്ക് അത് എന്ത് ചെയ്യില്ല, അത് കൈമാറില്ല. ഓക്കെ, അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ആവുന്നതാണ് സ്റ്റോപ്പ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അത് ഇപ്പോ DNA വരുന്ന വിഷയങ്ങള് അല്ലെങ്കിൽ അത്തരം പല അങ്ങനെയുള്ള പല കാര്യങ്ങളും അത്തരം സൂക്ഷ്മമായ ഒരു കാര്യങ്ങൾ, എന്തെങ്കിലും നമുക്ക് പാരമ്പര്യമായിട്ടുള്ള അസുഖങ്ങൾ, അത്തരം കാര്യങ്ങളല്ല. എന്നാൽ പോലും നമ്മളുടെ തലമുറയിലേക്ക് അതിൻ്റെ ഒരു ആക്കം കുറയ്ക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ഏത് ബേസിൽ ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ലൈഫിലെ വിജയ പരാജയങ്ങളുടെ ബേസിലാണ് ഇത് ചിന്തിക്കുക. എങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ, ഈ തിയറി നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് മാറ്റാൻ പറ്റൂ. അങ്ങനെ വരുമ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന നമ്മളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഇന്ന് നമ്മൾ പുതിയ വിത്തിടും. കാഞ്ഞിരത്തിന്റെ വിത്താണ് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ, ക്ഷമയുണ്ട് കേട്ടോ, കാഞ്ഞിരത്തിന്റെ വിത്താണ് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കാഞ്ഞിരക്കായ് വരുന്നത് പോലെയും, അല്ലാതെ മധുരമുള്ള മാവിൻ്റെ വിത്താണ് ഇട്ടിട്ടുള്ളെങ്കിൽ അതിൽ നിന്ന് മാമ്പഴങ്ങൾ വരുന്നത് പോലെയും വിത്ത് മാറ്റി ഇടാൻ നമ്മൾ മനസ്സിലാക്കും. അതായത് ഇന്ന് നമ്മളോട് നമുക്ക് അതൃപ്തിയാണെന്ന് വിചാരിച്ചിട്ട് ഒരു വ്യക്തിയെ പോലും എന്ത് ചെയ്യരുത്, നമ്മൾ വെറുതെ കറാസ് ചെയ്യാൻ നിൽക്കരുത്. ഹ്യൂമൻ റൈറ്റ്സ് ആണ്, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അവര് ആ വ്യക്തിയോട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ വ്യക്തിയോട് മാക്സിമം കയർക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ മുന്നോട്ടുള്ള ഒരു ബിസിനസ്മാൻ അല്ലെങ്കിൽ ഒരു വിജയം ആഗ്രഹിക്കുന്ന ഒരാൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ മുന്നിലുള്ള എല്ലാവരും നമുക്ക് അസറ്റാണ്. എല്ലാവരും നാളെ നമുക്ക് അസറ്റാണ്. അപ്പൊ അത് നമ്മളുടെ സമ്പാദ്യമാണ് അവര്. നമുക്ക് സമ്പാദ്യം ഉണ്ടാക്കി തരേണ്ടവരാണ്, നമുക്ക് ഐശ്വര്യം ഉണ്ടാക്കി തരേണ്ടവരാണ്, നമുക്ക് സന്തോഷം ഉണ്ടാക്കി തരേണ്ടവരാണ്. അപ്പൊ ആ പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് ഒരു കാരണവശാലും നമ്മൾ ഇന്നിടുന്ന വിത്ത് ഏത് തരം വിത്താണ് എന്ന് നമ്മൾ ഇന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ ഇന്നലെ വരെ ഇട്ട വിത്തുകൾ അവിടെ സ്റ്റോപ്പ് ആവുകയും ഇന്ന് മുതൽ ഇട്ട വിത്തുകൾ കൂടുതൽ അനുഭവിക്കുകയും ചെയ്യും. കൂടുതൽ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യും. മനസ്സിലായോ? ഓക്കെ, അത് വളരെ ആഴത്തിൽ വിലയിരുത്തേണ്ടതാണ്. ഞാൻ ആ ഷോപ്പ് ഇടയ്ക്കിടയ്ക്ക് എഴുതുന്നതാണ്, നിങ്ങളത് ചിന്തിക്കാനും കൂടിയാണ്. അപ്പോൾ അതല്ല, നമ്മൾ അതിനു വേണ്ടി വിധിക്കപ്പെട്ടവരാണ്. ഈ വിധി എന്ന് പറയുന്നത് വളരെ 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 ജീവിതത്തിന്റെ തകർച്ചയെ ബാധിക്കുന്നതാണ്. വിധിക്കൊരിക്കലും മാറ്റമില്ല.
മനസ്സിലല്ലേ? പിന്നെ ഇപ്പോഴുള്ള വിധികൾ അല്ലെങ്കിൽ വിധി നമ്മളുടെ വിധിക്ക് പരിഹാരങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തെ, നമ്മൾ വിശ്വസിക്കുന്ന ശക്തിയെ പ്രീതിപ്പെടുത്തി നമ്മളുടെ വിധി തിരുത്താമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് പലപ്പോഴും. അതിനുവേണ്ടി ചെയ്യാറുമുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് അന്വേഷിച്ചു പോവുകയല്ല ചെയ്യുന്നത്. നമ്മളത് താൽക്കാലികമായിട്ടുള്ള മാനസികപരമായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടിയാണ് അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അതും ആ ദൈവത്തിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവന് മാത്രമേ എന്തുള്ളൂ, അവിടെ പരിഹാരവും ഉള്ളൂ. അങ്ങനെ ഞാനിത് പറയുന്നത് ഇവിടെ ദൈവത്തിന്റെ കൺസെപ്റ്റ് വിധിയായിട്ട് വരുമ്പോൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ല ദൈവത്തെ ക്ലാസ്സിൽ ഇപ്പോൾ വന്ന ബാക്കിയുള്ള ബാച്ചുകാർക്ക് അറിയാം. 10ാമത്തെ ബാച്ചുകാർ ഞാൻ പറഞ്ഞു ഇതിന്റെ ഭാഗത്ത് പറയുമ്പോൾ നിങ്ങളത് അവിടെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളത് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് അപ്പോൾ ആ വിധി എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുക, പരിഹരിക്കുക എന്ന് പറയുമ്പോഴും അവിടെയും ഞാൻ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഇന്ന് അല്പമെങ്കിലും ധാന്യങ്ങൾ അല്ലെങ്കിൽ അല്പമെങ്കിലും സമ്പാദ്യം ഉള്ളവന് മാത്രമേ ഈ ജന്മത്തിലും അല്ലെങ്കിൽ ഈ സമയത്ത് എന്തുള്ളൂ, പരിഹാരമുള്ളൂ. അപ്പോൾ വലിയ രീതിയിൽ വിധിക്കപ്പെട്ട് ജീവിതത്തിൽ ഒന്നുമില്ലാതായിപ്പോയ ആളിന് അവിടെയും പരിഹാരമില്ല. കാരണം അവന്റെ കയ്യിൽ പണമില്ല. അപ്പൊ അവിടെ യാഥാർത്ഥ്യപൂർണമായിട്ടുള്ള ഒരു പ്രോസസ് അല്ല അവിടെ നടക്കുക. ഇനി കഴിഞ്ഞ ജന്മത്തിലോ അല്ലെങ്കിൽ പിന്നീടോ നമ്മൾക്ക് എന്തെങ്കിലും വിധി ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നമ്മളിത് അനുഭവിക്കുന്നത് എങ്കിൽ, വിധി എന്ന് പറയുന്നത് ഒരു സത്യമാണെങ്കിൽ, ഇന്ന് കഷ്ടപ്പെട്ട് കിടക്കുന്നത് ഒരു സത്യമാണ്, ഇന്നലത്തെ എൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ്, അതുകൊണ്ട് എന്നെ ഈ പ്രപഞ്ചം വിധിക്കപ്പെട്ടതാണെങ്കിൽ നമ്മൾ ആ ആളിനെ സഹായിക്കുന്നത് പ്രപഞ്ചത്തിനെതിരല്ലേ? ഒരു കഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരാളിനെ, പരാജയത്തിൽ കിടക്കുന്ന ഒരാളിനെ സപ്പോർട്ട് ചെയ്താൽ പ്രപഞ്ചം എന്ത് ചെയ്തിരിക്കുകയാണ്, ഇവന് വിധി വെച്ചിരിക്കുകയാണ്, ഈ സമയത്ത് എന്ത് ചെയ്താൽ മതി, ഇവ ഇങ്ങനെ താഴെ കിടന്നാൽ മതി എന്ന് പ്രപഞ്ചം തയ്യാറാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ പ്രപഞ്ചം തീരുമാനിച്ച ഒരു വ്യക്തിയാണ് നമ്മൾ സഹായിക്കാനായിട്ട് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ അവന് ഒരു നേരത്തെ വെള്ളം കൊടുക്കുന്നത്. വെള്ളം കുടിക്കാനില്ലാതെ കിടക്കുന്നത് ഒരു പക്ഷേ അവന്റെ ഇന്നലത്തെ പ്രവർത്തനത്തിന്റെ വിധിയായിട്ട് പ്രപഞ്ചം സത്യം അത് കൊടുത്തിരിക്കുകയാണെങ്കിൽ അതിനെതിരെ പ്രവർത്തിച്ചാൽ അടുത്ത ജന്മം നമുക്ക് എന്ത് ചെയ്യും? ഇത് വരൂലേ? കാൽക്കുലേഷൻ തെറ്റിപ്പോകൂലേ? ആണോ അല്ലേ? അതെ മാഷെ, ചിന്തിക്കേണ്ട കാര്യമാണത്. അപ്പൊ പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു പ്രോസസ്സേ അല്ല. അവിടെ നമ്മൾ അങ്ങനെ ചിന്തിക്കപ്പെടുമ്പോൾ ഇതും അവിടെ ചിന്തിക്കേണ്ടി വരണം. കഷ്ടപ്പെടുന്നവന്റെ നേരെ കണ്ണ് തുറക്കാൻ പോലും പാടില്ല. കാരണം നമ്മൾ പറയാണ്, നമ്മുടെ ഈ കോഴ്സിൽ വന്നിട്ടുള്ള നമ്മൾ ഓരോരുത്തരടുത്തും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് എൻ്റെ വിധിയാണ്, ഇതിനപ്പുറത്തേക്ക് എനിക്ക് മാറാൻ കഴിയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങളെക്കാൾ താഴെത്തട്ടിൽ അല്ലെങ്കിൽ താഴെ അവസ്ഥയിൽ വീണ് കിടക്കുന്ന ഒരാളിന് വെള്ളം പോലും നിങ്ങൾ കൊടുക്കാൻ തയ്യാറാവരുത്. ഇത് ചിന്തിക്കുക. ഇവിടെ ഒരുപാട് തത്വങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ തത്വങ്ങളുമായി കൂട്ടിയിണക്കി ഇതിനെ നോക്കുന്നതിനേക്കാൾ നല്ലത് ആ തത്വം അവിടെ മാറ്റിവെക്കുക. നിങ്ങളുടെ സ്വത്താണ്, നിങ്ങൾക്ക് അതിനെ വേർതിരിച്ച് പിന്നീട് കാണാം. പക്ഷേ വിജയപരാജയങ്ങളുടെ പിന്നിൽ വിധിയിൽ തളച്ചിടരുത്. വിധി മനുഷ്യന് മാറ്റാൻ കഴിയുന്നതാണെന്ന ബോധം ഇല്ലെങ്കിൽ, വിധി എന്താണ്, മനുഷ്യന് മാറ്റാൻ കഴിയുന്നതാണ് എന്ന ബോധമില്ലെങ്കിൽ തീർച്ചയായും നമുക്ക് പലതരത്തിലുള്ള നമ്മുടെ തലച്ചോറിനെ യഥാർത്ഥമായി പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കുക. നമ്മുടെ തലച്ചോറിനെ ബ്ലോക്ക് ചെയ്യുന്ന മനോഭാവങ്ങൾ ചേർത്ത് പിടിക്കാതിരിക്കുക.
അവിടെയാണ് നമ്മളുടെ യഥാർത്ഥ ചിന്ത അങ്ങോട്ട് നമ്മളുടെ എയിമിലേക്ക്, നമ്മളുടെ ജീവിതത്തിന്റെ കരിയറിലേക്ക്, നമ്മളുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് മാറ്റുന്നത്. മനസ്സിലായില്ലേ? ഒരു പ്രവൃത്തി ചെയ്യാൻ ചെയ്യാൻ തീരുമാനിക്കുകയും അത് ചെയ്യാൻ പറ്റാതിരിക്കുകയും അത് ഊർജത്തിന്റെ ബ്ലോക്കാണ്, മനസ്സിന്റെ ബ്ലോക്കാണ്, വേറെ ബ്ലോക്കാണ്, ഈ ബ്ലോക്കാണ്, ആ ബ്ലോക്കാണ്, ഇതെല്ലാം ഈ വിധി എന്ന് പറയുന്നതിന്റെ ഇപ്പോഴത്തെ പുതിയ അപ്ഡേഷനാണ്, അല്ല വേറെ ഒന്നുമല്ല. പുതിയ അപ്ഡേഷനാണ്. ആക്ഷൻ എടുത്താൽ മാത്രമേ പ്രപഞ്ചത്തിൽ എന്ത് ചെയ്യുള്ളൂ, നെക്സ്റ്റ് ഒരു വിത്ത് ഇട്ടാൽ മാത്രമേ അതിന്റെ ഫലം എടുക്കാൻ പറ്റൂ. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രവർത്തിപ്പിക്കുന്ന നമ്മൾ ആക്ഷൻ എടുക്കുന്ന എല്ലാം എന്താണ്? ഒരു വിത്താണ്, ഓരോ വിത്തുകളാണ്. ആ വിത്തുകളാണ് നമ്മൾ പാകേണ്ടത്. മനസ്സിലായില്ല, ഒന്നുകൂടെ പറയാമോ? അതായത് സാർ ഇപ്പോൾ ഇടയ്ക്ക് വന്നതുകൊണ്ടാണ്, റെക്കോർഡ് കേൾക്കാം. അതായത് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞു വന്നൊരു കാര്യമുണ്ട്, അതുകൊണ്ടാണത്. അതായത് നമ്മൾ ഇടുന്ന വിത്തുകളുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുക. അതായത് നമ്മൾ ഇപ്പോൾ നമ്മളുടെ പ്രൊഫഷണലി നിൽക്കുന്ന കാര്യത്തിൽ എന്തുകൊണ്ടാണ് എനിക്കൊരു ഡോക്ടർ ആവാൻ പറ്റാത്തത്? ഞാൻ അതിനെന്ത് ചെയ്യില്ല, വിത്തിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഏതിലാണോ വിത്തിട്ടത്, ഏതാണോ നമ്മൾ അറിഞ്ഞത്, അതിലാണ് നമ്മൾ ഇന്ന്. ഏതാണോ അറിഞ്ഞത് പ്രവർത്തിക്കാൻ തയ്യാറായത്, അതിലാണ് നമ്മൾ ഇന്ന്. അത് വിജയം ആയിക്കോട്ടെ, പരാജയം ആയിക്കോട്ടെ. സാർ, അപ്പോ വിത്തിട്ടിട്ടും ആക്ഷൻ എടുത്തിട്ടും അതിലേക്ക് എത്താൻ പറ്റാത്തവർക്ക് എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നുണ്ടാവുക? സാറേ, എനിക്കത് മനസ്സിലാകാൻ, ഞാൻ വെള്ളം കൊടുക്കരുതെന്ന് എന്തോ പറഞ്ഞില്ലേ, അതിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. സാറേ അതായത് യൂണിവേഴ്സ് പറഞ്ഞ് അത് അവര് ആ ഒരു അവസ്ഥയിലാണ്. എന്നിട്ട് നമ്മൾ കൊണ്ടുപോയി വെള്ളം കൊടുത്താൽ എന്താ, കൊടുക്കണോ കൊടുക്കണ്ടേ, കൊടുത്തു കഴിഞ്ഞാൽ പണി കിട്ടുമോ, എങ്ങനെ? അത് സാറേ, അത് റെക്കോർഡ് തരാം സാറേ, റെക്കോർഡ് തരാം. അതിന്റെ റെക്കോർഡ് തരാം. കാരണം അത് ഒരുപാട് സംഭവം വിശദീകരിച്ച് ഞാൻ വന്നായിരുന്നേ, അതുകൊണ്ടാണ്. അത് ആ ചോദ്യത്തിൽ നിന്ന് ഞാൻ ആൻസർ ഓട്ടിച്ച് പറയാം. ചോദ്യങ്ങൾ വരുമ്പോൾ ഈ പറയുന്നവരും ചോദിച്ചവരും തന്നെ ലാസ്റ്റ് മെസ്സേജ് വായിക്കും, എനിക്ക് പേഴ്സണൽ വായിക്കും, എൻ്റെ അടുത്തും പറയും, സാറ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സാറ് അത് ക്ലാസ്സിൽ ബ്ലോക്ക് ആവുന്നെന്ന് പറയുന്നവർ തന്നെയായിരിക്കും പലപ്പോഴും ചോദ്യങ്ങളും ചോദിക്കുന്നത്. ഞാനിത് പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ. വിധി എന്ന് പറയുന്നത്, അത് ഞാൻ ഷോർട്ട് ചെയ്ത് പറയാണ്, അത് മനസ്സിലായില്ലേ? വിധി എന്ന് പറയുന്നത് ഒരിക്കലും മാറ്റമില്ലാത്തതാണ്. പ്രപഞ്ചം എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ പഴയ പുനർജന്മത്തിൽ ഞാൻ അനുഭവിച്ചതിൻ്റെ, അല്ലെങ്കിൽ ഞാൻ ചെയ്തതിൻ്റെ റിസൾട്ടാണ് ഞാനിവിടെ അനുഭവിക്കുന്നത്. ഞാൻ ഇത് ഇങ്ങനെ അനുഭവിക്കേണ്ടതാണ്, വിധിക്ക് മാറ്റമില്ല എന്ന് ചിന്തിക്കപ്പെടുന്നെങ്കിൽ, പ്രപഞ്ചവും അല്ലെങ്കിൽ അവരവരുടെ വിശ്വാസവുമായ ദൈവങ്ങൾ അങ്ങനെയാണ് കൽപ്പിച്ചിരിക്കുന്നെങ്കിൽ, ആ ദൈവത്തിന്റെ കൽപ്പനയെ ബ്ലോക്ക് ചെയ്യാണ്. വെള്ളം കുടിക്കാൻ അല്ലെങ്കിൽ വെള്ളം കുടിച്ചോളാൻ വയ്യാതെ കിടക്കുന്നവനെ അവന്റെ വിധിയാണത്. എങ്കിൽ അവന് ഒരു നേരത്തെ വെള്ളം കൊടുത്താൽ ദൈവത്തിന്റെ കൽപ്പന അല്ലെങ്കിൽ ദൈവത്തിന്റെ തീരുമാനത്തെ, ദൈവത്തിന്റെ കഴിഞ്ഞ ജന്മത്തിലെ പ്രശ്നം ഈ ജന്മത്തിൽ അവൻ അനുഭവിക്കേണ്ടതാണെന്ന് ദൈവം തീരുമാനിച്ചതിനെ നമ്മൾ രക്ഷിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആ ദൈവം നമുക്ക് തരുന്ന ശിക്ഷ എന്തായിരിക്കും എന്നാണ് ഞാൻ അവിടെ പറഞ്ഞത്. അപ്പോൾ വെള്ളം പോലും കൊടുക്കാൻ, അതായത് വിധിക്ക് മാറ്റമില്ല, എനിക്ക് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിധിക്ക് ഒരിക്കലും മാറ്റമില്ല എന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ മറ്റൊരു ആളിന് എന്ത് ചെയ്യരുത്, വെള്ളം പോലും കൊടുക്കാൻ പാടില്ല. കാരണം ഞാൻ മാറൂലെന്ന് ഞാൻ വിചാരിച്ചിരിക്കില്ലേ, എൻ്റെ വിധിയാണ്, ഞാൻ രക്ഷപ്പെടൂല. കാരണം എന്താ, എൻ്റെ വിധിയാണ്. അങ്ങനെ ചിന്തിക്കുന്നവനുണ്ടെങ്കിൽ, ഞാൻ ഈ എന്തിനു വെള്ളം പോലും കൊടുക്കരുതെന്ന് പറഞ്ഞതിൻ്റെ ആഴം, ഞാൻ ആ ഒരു ആശയം എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഉള്ളിലേക്ക് ഇത് നമ്മളുടെ വിധിയല്ല, നമ്മളുടെ മാറ്റത്തിന് കാരണമായിട്ടുള്ള ഇതാണ് എന്ന് പറഞ്ഞതാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഹൈസാം സാറ് പറഞ്ഞ ഒരു കാര്യം കൂടി
ഇതിനകത്ത് കൂട്ടിച്ചേർക്കുകയാണ്. ഐസാം സാറ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ വിത്തിട്ടിട്ടും മുളച്ചില്ലെങ്കിൽ വിത്തിട്ടത് പാറയുടെ മുകളിലാണോ, വിത്തിട്ടത് എവിടെയാണെന്ന് നമ്മൾ അറിയണം. മനസ്സിലായില്ലേ? അത് വിത്ത് വളരാൻ പാകത്തിനുള്ള മണ്ണുണ്ടോ, വളമുണ്ടോ, മനസ്സിലായില്ലേ? ഇത്തരം കാര്യങ്ങൾ നോക്കാതെ കയ്യിലിരിക്കുന്ന ഒരു പിടി വിത്ത് വാരി, മനസ്സിലായില്ലേ, പിറകിലേക്ക് എറിഞ്ഞിട്ട് നമ്മൾ അത് മുളയ്ക്കാത്തതിൻ്റെ പിന്നിലില്ല. ഏറ്റവും കൂടുതൽ ഒരു പഴയ കഥയുണ്ട്. ഞാനത് എനിക്ക് 8ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോട്ടോ ഏതോ ഒരു ഇംഗ്ലീഷ് സെക്കൻഡുമായി ബന്ധപ്പെട്ടാണ് ഞാനത് ഏതോ ടെസ്റ്റിലൂടെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് കേട്ടിട്ടുണ്ട്. അതായത് ഒരു കർഷകൻ, ആ കർഷകൻ അതിനകത്ത് വേറൊരു തത്വമാണ് അതിനകത്ത് പറയുന്നത്. എന്നാലും ഞാനതിപ്പോൾ സൂചിപ്പിച്ചു പോകാം. ഒരു കർഷകൻ ആത്മാർത്ഥമായിട്ട് കൃഷി ചെയ്യാണ്. എത്ര കൃഷി ചെയ്തിട്ടും എന്ത് ചെയ്യണം, ഇവന് രക്ഷപ്പെടാൻ പറ്റാത്ത സമയത്ത് ഇവന്റെ ഈ ആത്മാർത്ഥതയെ കണ്ടിട്ട് ഇവനെ ഒന്ന് നന്നാക്കണോ നന്നാക്കണ്ടേ എന്ന് അവരുടെ അല്ലെങ്കിൽ ആ ഒരു ദൈവം അല്ലെങ്കിൽ ഒരു ഭൂതം അല്ലെങ്കിൽ ഒരു കുട്ടിച്ചാത്തൻ ചിന്തിക്കണം. എനിക്ക് ആ കഥ കംപ്ലീറ്റ് അറിയില്ല, പക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുള്ളവർ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ കഥ കിട്ടും. അപ്പൊ എന്ത് ചെയ്യും, ഇദ്ദേഹം വയലിൽ ഉഴുതുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉച്ചയ്ക്ക് കഴിക്കാൻ വെച്ചിരുന്ന റൊട്ടി എടുത്ത് എന്ത് ചെയ്യും, ഈ ഒളിച്ചു വരണ ഭൂതം അല്ലെങ്കിൽ എന്താണോ അതെടുത്ത് കഴിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അതെടുത്ത് കഴിക്കുന്ന സമയത്ത്, അതായത് അത്രയും കഠിനാധ്വാനം ചെയ്തിട്ടിരുന്ന ആളും കയ്യിലിരുന്ന ഭക്ഷണം ഇനി ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത സമയം വീണ്ടും അടുത്ത ജോലി ചെയ്യാൻ പറ്റൂ. എന്നിട്ട് പോലും എന്ത് ചെയ്തിട്ടില്ല, ആ ആള് ദേഷിച്ചില്ല. ആ ആള് സമാധാനിക്കണത് അത് വിശപ്പിനല്ലേ, വിശപ്പുണ്ടാരോ കഴിച്ചതല്ലേ എന്ന് തോന്നി. ഒത്തിരി നാളുകൾ കഴിഞ്ഞ് ഇദ്ദേഹത്തിന് ഐഡിയകൾ വന്നു. വളരെ മഴയുള്ള സമയങ്ങളിൽ ഉയർന്ന പ്രദേശത്ത് കൃഷി ചെയ്യുകയും, ഇപ്പോൾ ഈ ഒരു ഉദാഹരണമാണ് ഞാനിപ്പോൾ ഇത്തരം ഒരു വലിയൊരു കഥയിലൂടെ വന്നത്. വളരെ വേനൽക്കാലങ്ങളിൽ താഴ്ചയുള്ള സ്ഥലങ്ങളിലും കൃഷി ചെയ്ത് ഇദ്ദേഹത്തിന്റെ ഐഡിയ ഉപയോഗിച്ച് കൃഷി ചെയ്ത് ഇദ്ദേഹം ധനികനായി. മനസ്സിലായില്ലേ? അപ്പൊ ആ കൃഷി ചെയ്തത് എവിടെയെന്നുള്ളതാണ്, എങ്ങനെയാണ്, ഏത് സമയത്ത്, എവിടെ, ഇതിലാണ് നമ്മൾ വിത്തിടല്, ആക്ഷൻ എടുക്കല്. ഇനി ആ കഥയുടെ ഒരു ഭാഗം കൂടി അപ്പുറം പറയാം. അതും കൂടി അറിയുമ്പോൾ ഈ മനുഷ്യന് എത്രമാത്രം അഹങ്കാരം ഉണ്ടെന്ന്, അഹങ്കാരം ഉണ്ടാക്കാമെന്നും അറിയപ്പെടുന്ന ഒരു ഏരിയയും കൂടിയാണ്. അത് കഴിഞ്ഞ് ഇദ്ദേഹം ധനികനായി. എന്നിട്ട് നൂറുകണക്കിന് മദ്യക്കുപ്പികളും അല്ലെങ്കിൽ അദ്ദേഹത്തിന് പണവും അദ്ദേഹത്തിന് അന്നത്തെ കാലഘട്ടത്തിലുള്ള എല്ലാ യാത്രാ സൗകര്യങ്ങളും ഒക്കെ ഉള്ളപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി ഒഴിച്ചു വെച്ച ഒരു ഗ്ലാസ്സിലെ അര ഗ്ലാസ് മദ്യം ജോലിക്കാരൻ കൈകൊണ്ട് തട്ടിക്കളഞ്ഞ അബദ്ധത്തിൽ തട്ടിപ്പോയതിനോട് അദ്ദേഹത്തിനോട് ദേഷിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നതാണ് കഥ. മനസ്സിലായി? ഇപ്പൊ ഞാൻ ആ കഥയും കൂടെ ഇവിടെ വന്നുകൊണ്ട് ഞാനത് പറഞ്ഞാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇടുന്ന വിത്ത് മുളയ്ക്കേണ്ട സ്ഥലത്താണോ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, പരിശോധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഈ നോട്ട് വായിച്ചവർക്കറിയാം. ഈ നോട്ട് ഇതിനേക്കാൾ മറ്റൊരു വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ അതിന്റെ സൂക്ഷ്മ നിരീക്ഷണ അന്വേഷണ ആശയവിനിമയം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ അനുഭവിക്കുന്ന കണക്റ്റ് ആയോ, കാര്യങ്ങൾ കണക്റ്റ് ആവുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് 2-3 ലൈക്കൊക്കെ തരണമെങ്കിൽ ഞാൻ സന്തോഷിച്ചിരിക്കരുത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടി പരിശോധിക്കുമ്പോഴെന്നുള്ളത്, അതായത് നമുക്കിതിനെ ഈ കാരണങ്ങളുണ്ടല്ലോ, കാരണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അതിനൊരു 3 രീതിയിൽ ഒന്ന് തിരിച്ചു നോക്കാം, ഒന്ന് പരിശോധിക്കാം. മനസ്സിലായില്ലേ? അതായത് നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന കാരണങ്ങളുണ്ട്, പരോക്ഷമായി അനുഭവിക്കുന്ന കാരണങ്ങളുണ്ട്, മൂല കാരണങ്ങളുണ്ട്. നമ്മളെ പ്രത്യക്ഷ കാരണങ്ങൾ, മനസ്സിലായി, പരോക്ഷമായിട്ടുള്ള കാരണങ്ങൾ, മൂല കാരണങ്ങൾ. ഓക്കെ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പരാജയപ്പെടുന്ന, ഇന്ന് നമ്മൾ വിജയിച്ച് നിൽക്കുന്ന എല്ലാ കാര്യത്തിലും അതിലൊരു മൂല കാരണം ഉണ്ടാവും, അതിൻ്റെ തുടക്കമായിട്ടുള്ളൊരു കാരണം ഉണ്ടാവും. പിന്നെ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന കാരണം ഉണ്ടാവും.
അതാണ് പ്രത്യക്ഷ കാരണം. ഇതിനിടയ്ക്ക് സഞ്ചരിക്കുന്ന ഒരു പരോക്ഷ കാരണവും ഉണ്ടായിരിക്കും. മനസ്സിലായില്ലേ? അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ പറയുന്നുണ്ട്. അതായത് ഒരാള് നമ്മളെ എന്താണ് നമ്മളുടെ കയ്യിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ നമുക്ക് അതിന് പ്രത്യേകിച്ച് വേദനകളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഇങ്ങനെ പിടിച്ചപ്പോൾ ഓക്കെ. പക്ഷേ ആ കയ്യിലൊരു മുറിവുണ്ടെങ്കിലോ, ആ കയ്യിലൊരു മുറിവുണ്ടെങ്കിൽ അവിടെ നമുക്ക് വേദന അനുഭവിക്കും. മനസ്സിലല്ലേ? അപ്പൊ പിടിച്ചതാണ് പ്രത്യക്ഷ കാരണമെങ്കിൽ ആ മുറിവാണ് അതിന്റെ പരോക്ഷ കാരണം. മനസ്സിലല്ലേ? ആ മുറിവുണ്ടാകാനുള്ള വിഷയമാണ് അതിന്റെ മൂലകാരണം. ഇതേപോലെ നമ്മളിപ്പോൾ ചിന്തിക്കപ്പെടുന്ന, നമ്മളിപ്പോൾ വിധി എന്ന് പറയപ്പെടുന്ന, നമ്മളുടെ വിധി എന്ന് പറയുന്നതിൽ നമ്മൾ പരാജയത്തിന് മാത്രം വിധി എന്ന് കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ വിധി എന്ന് പറയുന്ന പ്രോസസ്സ് ഈ കാര്യകാരണ പ്രവർത്തനങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഒരു കാര്യത്തിൽ നിന്ന് അനേകം കാരണങ്ങളും ആ അനേകം കാരണങ്ങളിൽ നിന്ന് 10,000 കാരണങ്ങളും ആ 10,000 കാരണങ്ങളിൽ നിന്ന് 1,00,000 കാര്യങ്ങളും ഇങ്ങനെ വ്യാപിച്ച് ചുറ്റപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്നിവിടെ ജീവിച്ചു പോകുന്നത്. മനസ്സിലായി? പരിശോധിക്കുക. ഞാൻ എപ്പോഴും പറയുന്നു, ഈ കോഴ്സിൽ നിന്ന് ഒന്നും നിങ്ങൾക്ക് തരാനില്ല. നിങ്ങൾക്ക് ഇതിനെ പരിശോധിക്കാം, നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാം. എൻ്റെ ജീവിതമോ ഞാനിട്ട വിത്തോ ഞാനിട്ട കാര്യമോ അല്ല നിങ്ങളുടെ കാരണങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വിധികൾ. മനസ്സിലായില്ലേ? നിങ്ങൾ അത് നിങ്ങളുടെ അനുഭവവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് നോക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ പറയുന്നത്. ഭാഗ്യമെന്ന് പറയുന്ന കാര്യത്തിൽ ക്രെഡിറ്റ് ഏറ്റെടുക്കും. അതാണ് പറഞ്ഞത്, മനുഷ്യന്റെ ഉള്ളിൽ ആ സമയത്തും ഇരിക്കുന്ന കുതന്ത്രം നമ്മൾ പരിശോധിക്കണം. അവിടെ നമ്മൾ ഏറ്റെടുക്കും. പരാജയം വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അത് മറ്റുള്ള ഒന്നിന്റെ മണ്ടയിൽ കൊണ്ട് വെക്കുക. ഇത് തന്നെയാണ് നമ്മളിൽ ഓരോരുത്തരിലും നടക്കുന്ന. നമ്മൾ എന്നിട്ട് എന്ത് പറയും? നമ്മൾ ആരെയും വേദനിപ്പിച്ചിട്ടില്ല, നമ്മൾ തെറ്റായിട്ടുള്ളതൊന്നും ചിന്തിച്ചിട്ടില്ല, നമ്മൾ നല്ല മനുഷ്യരാണെന്നൊക്കെ പറയും. പക്ഷേ ഇന്നലെ ഞാനൊരു ഉദാഹരണം പറഞ്ഞതുപോലെ നമ്മളെക്കാൾ ഉയർന്നു നിൽക്കുന്നവന്റെ മുന്നിൽ പോയി നമുക്ക് സംസാരിക്കാൻ പറ്റാതെ വിഷമം വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളെക്കാൾ താഴ്ന്നു നിൽക്കുന്നവന്റെ മുമ്പ് നമ്മൾ ഈഗോ അല്ലെങ്കിൽ അവന്റെ മുന്നിൽ നമ്മളെ ആളാകാനുള്ള മാനസിക അല്ലെങ്കിൽ അഹങ്കരിക്കാനുള്ള മാനസിക ലെവലും കൂടുതലാണ്. ഇത് നമ്മൾ കാണുന്നില്ല. അതേപോലെയാണ് ഈ പറയുന്ന വിജയത്തിന്റെയും പരാജയത്തിന്റെയും പിന്നിൽ പ്രവർത്തിക്കുന്നത്. മനസ്സിലല്ലേ? ഇതിന്റെ രണ്ടിന്റെയും അതില് നമ്മളുണ്ട്, അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനകത്തുണ്ട്. നമ്മളിട്ട വിത്തുകളാണ് പലതും. മനസ്സിലല്ലേ? പലപ്പോഴും നേരത്തെ പറഞ്ഞ കണക്ക് കാഞ്ഞിരത്തിന്റെ വിത്തുകൾ ഇട്ടിട്ട് മാമ്പഴം കഴിക്കാനായി കാത്തിരുന്നിട്ട് അതിന്റെ കയ്പ് കയറിയ കായ് പറിച്ച് തിന്നിട്ട് അതെന്റെ വിധിയാണെന്ന് പറയും. ഇങ്ങനെ അതിനെ എന്ത് ചെയ്യും? മനുഷ്യൻ പ്രത്യേക രീതിയിൽ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അതായത് അവിടെയാണ് നമ്മളുടെ സൂക്ഷ്മ നിരീക്ഷണം. ഈ ഇത്തരം കൊച്ചു ചിന്തകൾ മാത്രമാണ് നമ്മുടെ കോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് തരാനുള്ളൂ. പക്ഷെ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ, നിങ്ങളുടെ ചിന്തകളുടെ, നിങ്ങളുടെ വിജയ പരാജയങ്ങളുടെ സൃഷ്ടികളാണ്. കലേഷ് ബാബു എന്ന് പറയുന്ന ആള് മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തേക്കണം. അല്ലെങ്കിൽ ഓക്കെ, മൈക്ക് മ്യൂട്ട് ചെയ്തേക്കണേ. ഓക്കെ, അല്ലെങ്കിൽ വീട്ടിൽ സംസാരിക്കുന്ന കുട്ടികളുടെ അടുത്തൊക്കെ സംസാരിക്കുന്നതൊക്കെ സൗണ്ട് കേൾക്കും. ഓക്കെ, അപ്പോൾ കണക്ഷൻ മനസ്സിലായെന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ നമ്മളുടെ മൂല കാരണങ്ങൾ, അതിൻ്റെ ആണിക്കല്ല്, അതുപോലെ ഈ പ്രത്യക്ഷമായിട്ടുള്ളതും പരോക്ഷവുമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന്
നമ്മൾ ഇപ്പോൾ പ്രവർത്തിക്കുന്ന വിജയിച്ചിരിക്കുന്ന നിങ്ങളുടെ കമ്പനികളിൽ പോലും ഈ ചിന്ത വേണം. മനസ്സിലല്ലേ? ഇപ്പൊ ഉദാഹരണം ഞാൻ കുറച്ചുകൂടെ പറയാം. ഞാൻ ഇപ്പോൾ ഈ ക്ലാസ്സിൽ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞാൻ അല്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു ക്ലാസ് അല്ല, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ക്യാഷും വാങ്ങിയിട്ട് നിങ്ങളെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള റിസൾട്ടും ഇല്ലാതെയാണ് ഇതിന് വിടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി അതിന് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, തീർച്ചയായും നിങ്ങളുടെ ഒരു ഔട്ട്പുട്ട് കിട്ടില്ല. കുറച്ച് പേരെടുത്ത് ചിലപ്പോൾ നിങ്ങളെ സ്വാഭാവികമായിട്ട് ഇത് പറയുകയും ചെയ്യും. ഞാൻ പഠിപ്പിക്കാതിരുന്ന, അല്ലെങ്കിൽ ഞാൻ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റാത്തതാണ് എൻ്റെ മൂലകാരണം, എൻ്റെ അടുത്ത പരാജയത്തിൻ്റെ മൂലകാരണം. മനസ്സിലായില്ലേ? നിങ്ങൾ വരാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് പുറത്തു പോയതിനു ശേഷം നിങ്ങളുടെ അതൃപ്തി അത് ഒരു ഊർജമായിട്ട് വരെ പ്രയോഗിക്കും. കാരണം നിങ്ങളുടെ പിറകിൽ നിന്ന് വരുന്നവർ നിങ്ങളെയും കൂടിയാണ് നോക്കുന്നത്. അപ്പം നിങ്ങളിൽ നിന്ന് അത് റിസൾട്ട് ഇല്ലാതെ വരികയും ഞാൻ ഇടുന്നൊരു പോസ്റ്ററിന് പോലും ഒരു കമന്റ് ഇടാതിരിക്കുകയും ഈ വർക്കിനെ കുറിച്ച് ഒന്നും നിങ്ങൾ പറയാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എൻ്റെ ബ്രെയിന് തന്നെ എനിക്ക് ഇതെല്ലാ കാലവും കൊണ്ട് നടക്കാൻ പറ്റില്ല, ഞാൻ ഇവിടെ നിർത്തേണ്ടതായിട്ടുണ്ട് എന്ന് എൻ്റെ ബ്രെയിൻ തന്നെ, എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ എന്നോട് പറയും. അതേസമയം നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ ഗ്രൂപ്പിൻ്റെ പെർമിഷനോട് കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് പുതിയ ഈ 10ാമത്തെ ബാച്ചുകാർക്ക് ഈ പുതിയ ക്ലാസ്സിൻ്റെ നോട്ട് ഇടുന്ന സമയത്ത് ഞാൻ അതിൻ്റെ കൂടെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ പറഞ്ഞിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളുടെ വോയിസ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. അന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ വോയിസ് ചെയ്യാനായിട്ടുണ്ട്. ആ വോയിസും കൂടിയാണ് നിങ്ങൾ കേൾക്കുന്നത്. മൗത്ത് പബ്ലിക്കേഷൻ പബ്ലിസിറ്റി. അത് കേൾക്കുമ്പോൾ നിങ്ങളിലുണ്ടാകുന്ന ഈ പുതിയ ബാച്ചുകാരിലുണ്ടായ ഒരു റിസൾട്ട് എന്തായിരിക്കും? ആ മൗത്ത് പബ്ലിക്കേഷൻ, പബ്ലിസിറ്റിയിൽ. പിന്നെ എന്താണ് തീരുമാനമെടുക്കുന്നത്, അതിൽ ഇനി ചേരണോ ചേരണ്ടേ എന്ന് തീരുമാനിക്കുന്നതിൽ 90% ചേർന്നാലോ എന്ന് പ്രേരിപ്പിക്കുന്ന രീതിയിലേക്ക് ആ മൗത്ത് പബ്ലിസിറ്റി വന്നെന്താ? അതാണ് അവിടുത്തെ ഇതിൻ്റെ അകത്തെ കാരണം. ഈ പറഞ്ഞത് ഞാൻ മുന്നേ പോയ ബാച്ചുകാർക്ക് ആത്മാർത്ഥമായിട്ട് എന്നെ തുറന്നു കാണിച്ചുകൊണ്ട് എൻ്റെ കപ്പാസിറ്റി ഇത്രയേ ഉള്ളൂ എന്ന് തുറന്നു പറഞ്ഞതുകൊണ്ട് അവര് എന്നെ സ്വീകരിക്കുകയും അത് മൂലകാരണമാണെങ്കിൽ ആ മൂലകാരണത്തിൻ്റെ പരോക്ഷ കാരണമാണ് നിങ്ങളിലേക്ക് ആ വോയിസ് സ്വാധീനിച്ചത്. മനസ്സിലായി? അതിൻ്റെ പ്രത്യക്ഷ കാരണമാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ടീം ഇവിടെ ഇരിക്കുന്നത്. അതായത് ഒരു പരസ്യത്തിൽ പോലും നമുക്ക് കാര്യകാരണ പരിഹാരം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, ഞാൻ പറയുന്നത് ആഴത്തിൽ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. മൂല കാരണം കറക്റ്റായിട്ട് ഇവിടെ നമ്മൾ ഇട്ടുവിടണം. ഇന്നലെ വരെ എന്താണ് വലിയ വിഷക്കായ്കളിൽ നിന്നുണ്ടായ മരങ്ങളുള്ള സ്ഥലത്ത് സ്പേസിനകത്തൂടെ നമ്മൾ എന്ത് ചെയ്യുക, മധുരമുള്ള വിത്തുകളും കൂടി എന്ത് ചെയ്യുക, അതിനിടയ്ക്കിടുക. അത് കാലക്രമേണ വിത്തുകൾ നമ്മൾ കൂടുതൽ ഇടുമ്പോൾ മറ്റതിൻ്റെ എണ്ണം കുറയുകയും നമുക്ക് വിജയങ്ങളുടെ സാധ്യത കൂടുകയും ചെയ്യും. ഒരു വിത്തിട്ടിട്ട് ആ വിത്തിന് വേണ്ടി ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ തന്നെ വേറൊരു കാര്യമാണ്. അതായത് നമ്മൾ നേരിടുന്ന പരാജയത്തിൻ്റെ അല്ലെങ്കിൽ നമുക്ക് വിജയിക്കാനുള്ള സാധ്യതയുടെ കുറവ് എന്താണ്? ഓപ്ഷൻസുകൾ കുറവായതുകൊണ്ടാണ്. ഒരൊറ്റ മരം നട്ടിട്ട് നമ്മൾ കാത്തിരിക്കുന്നത് കൊണ്ടാണ്. നമുക്ക് ഒരു മധുരമുള്ള പഴങ്ങൾ പ്രതീക്ഷിക്കുന്ന നിരവധി വിത്തുകൾ ഇടുക എന്നുള്ളതാണ്. അതിലെല്ലാത്തിനും റിസൾട്ട് എന്താണ്? പഴമാണ്, മാമ്പഴമാണ്, അല്ലെങ്കിൽ ആ മധുരമുള്ള പഴമാണ്. അപ്പം നിരവധി വിത്തുകളാണ്. നിരവധി വഴികളുള്ളവന് സാഹചര്യങ്ങളും ഓപ്ഷൻസും
അല്ലെങ്കിൽ സാധ്യതകൾ, അവസരങ്ങളും കൂടുതലായിരിക്കും. മനസ്സിലായില്ലേ? സാധ്യതകളും അവസരങ്ങളുമാണ്. ഇത് ചെയ്യാത്തവൻ, വിധിയെ താങ്ങി നിൽക്കുന്നവൻ സാഹചര്യങ്ങൾക്കകത്തായിരിക്കും ജീവിക്കുക. അവരെങ്ങനെ ചിന്തിച്ചാലും എൻ്റെ സാഹചര്യം ഇതാണ്, ഈ സാഹചര്യത്തിൽ നിന്ന് എനിക്ക് അപ്പുറത്തേക്ക് നീങ്ങാൻ കഴിയില്ല എന്ന് പറയും. പക്ഷേ ഇവിടെ സാധ്യതകളും, സാഹചര്യങ്ങളല്ല, സാധ്യതകൾ, അവസരങ്ങൾ തേടുന്ന ആണ് ശരിക്കു പറഞ്ഞാൽ പുതിയ വിത്തുകൾ ഇടുക. നാളത്തെ വിജയത്തിന് വേണ്ടി ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യുക? പുതിയ വിത്തുകൾ ഇടാൻ ശ്രമിക്കുക. നമ്മൾ ഇട്ടിരിക്കുന്ന, നേരത്തെ ഹൈസാം സാർ പറഞ്ഞതുപോലെ തന്നെ, നമ്മൾ ഇട്ടിരിക്കുന്ന വിത്ത് അതിൻ്റെ അകത്ത് എന്തെങ്കിലും നാമ്പുള്ളതാണോ കേടായ വിത്താണോ എന്ന് കൂടി പരിശോധിക്കണം. കേടായ, ജിജോ സാർ മൈക്ക് മ്യൂട്ട് ചെയ്തേക്കണേ. ജിജോ സാർ മൈക്ക് മ്യൂട്ട് ചെയ്തേക്കണേ. ആരൊക്കെ മൈക്ക് മ്യൂട്ട് ചെയ്യാനുണ്ടോ അവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ. കാര്യം വരുമ്പോൾ മാത്രം ചോദിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും അതിനു വേണ്ടി ഇവിടെ പണിയെടുക്കണം. നമ്മളില്ല കറണ്ട് വന്ന് പോകണക്കാണ്. എവിടെയെങ്കിലും നിർത്തിപ്പോയാൽ പിന്നെ എനിക്ക് അതിൻ്റെ ബാക്കിയൊക്കെ ഒപ്പിച്ചെടുക്കാൻ വലിയ പാടാണ്. മനസ്സിലായില്ലേ? ശശികല ടീച്ചറെ മൈക്ക് മ്യൂട്ട് ചെയ്യണം. ഇനി ഓരോരുത്തരെ വിളിച്ച് ഞാൻ ചൂരലെടുത്ത് അടിക്കുമോ? ശശികല ടീച്ചർ, ഓക്കെ. ഇതിലിട്ടിരിക്കുന്ന പേരാണ്. ആരൊക്കെയാണ് ഇപ്പോൾ, എത്ര പേരാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളത്, അല്ലെ എണ്ണം അറിയാം, അത് ആരൊക്കെയാണ് എന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് 4 ചന്ദ്രവട്ടം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരുമായിട്ടും തുറന്ന് നമ്മൾ സംസാരിച്ച് ഇണങ്ങും എന്നാണ്. അതിനുള്ള റിസൾട്ട് നമുക്ക് ഇതിന് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മനസ്സിൽ കൃത്യമായി അറിഞ്ഞിരിക്കണം. മനസ്സിലായില്ലേ? ഇനി നമ്മൾ വിത്തിടുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ. കണക്റ്റ് ആകും. നമ്മൾ വിത്തിടുന്നത് എപ്പോഴും നമ്മളുടെ മനോഭാവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിത്തിടുക. വിജയിക്കണമെന്ന മനോഭാവമാണോ പരാജയപ്പെടണമെന്ന മനോഭാവമാണോ നമുക്കുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മളുടെ വിധി നമ്മൾ നിർണയിക്കുക, അല്ലെങ്കിൽ ഭാഗ്യവും ദൗർഭാഗ്യവും നിർണയിക്കുക. ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളെല്ലാ മാനിഫെസ്റ്റേഷനിലായാലും, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ആയാലും, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം കവർ ചെയ്യാനായാലും, മൈൻഡ്ഫുൾനെസ് ക്ലാസ്സുകളിലായാലും ഒക്കെ തന്നെ ഇത് തന്നെയാണ് പറയുന്നത്. അല്ല ഞാൻ പുതിയതൊന്നും പറയല്ല. പക്ഷെ ഇങ്ങനെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കാതെ നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്ക് വെറുതെ നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്തതുകൊണ്ട് മാത്രം, ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം നടക്കില്ല. അവിടെ നമുക്ക് മനോഭാവത്തിന് വളരെ വലിയ പങ്കുണ്ട്. ഇത് നിസ്സാരമല്ല. അപ്പോൾ ഈ വിത്തുകൾ, നമ്മൾ ഇന്നലെ വരെ ഇട്ട വിത്തുകൾ നമ്മളുടെ പരാജയത്തിൻ്റെയും വിധികളുടെയും വിത്തുകളാണോ? ആ വിത്തുകളാണോ നമ്മൾ ഇട്ടത്? ആ കാരണങ്ങളാണോ നമ്മൾ ഇട്ടത്? അതിൽ നിന്നുണ്ടായ ആ കാര്യമാണോ നമ്മൾ ഇട്ടത്? അതിൽ നിന്നുണ്ടായ കാരണമാണ് ഇപ്പോൾ നമ്മൾ റിസൾട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഇട്ടതിൻ്റെ പിന്നിലെല്ലാം തന്നെ നമ്മളുടെ മനോഭാവവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ പങ്കുണ്ട്. മനസ്സിലായില്ലേ? ഒരു സെക്കൻഡ്. എട്ടാം ബാച്ചുകാർ 7, 6, 5 അവരെല്ലാവരും ഈ ചാപ്റ്റർ ഒന്നും കൂടി നോക്കണം. എല്ലാവരും വിധിയും മനഃശക്തിയും നോക്കണം. നോക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട് നാളെ ഇതിനകത്ത് എല്ലാവരും ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായ 10ാം ബാച്ചുകാർക്കും അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് പറയാം. പക്ഷേ ഇവിടെ നമ്മളുടെ ആവശ്യം എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. പല രീതിയിലുള്ള ആത്മീയ അന്വേഷകരുണ്ട്, ഭൗതികപരമായ അന്വേഷകരുണ്ട്, ബിസിനസ്സിൽ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു വരുന്നവരുണ്ട്, അസുഖങ്ങൾ, മാനസികപരമായ സംഘർഷങ്ങളായിട്ടുള്ളവരുണ്ട്, ശാരീരികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട്. അങ്ങനെ നിരവധി ആൾക്കാർ ഇതിനകത്തുണ്ട്. മനസ്സിലല്ലേ? ഇവിടെ നമ്മളുടെ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന, വിജയിപ്പിക്കാൻ പറ്റുന്ന, നമ്മുടെ പ്രോബ്ലംസുകൾ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന
ഒരു തോട്ടിന് വേണ്ടി മാത്രമായിരിക്കണം ഈ ഉദാഹരണങ്ങൾ എടുക്കാൻ. മനസ്സിലായില്ലേ? അങ്ങനെയെങ്കിൽ സാറ് പറഞ്ഞ കേട്ട ആകാശത്തുനിന്ന് ഒരു മിന്നൽ വന്ന് ഇവിടെ വന്ന് അടിച്ചെങ്കിൽ അത് നമ്മളിട്ട വിത്താണോ എന്നൊന്നും ചോദിച്ച് അതിനെ വേറൊരു രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകരുത്. ഇവിടെ നമ്മൾ ഏതിൻ്റെ സ്കെയിലാണ് നമ്മൾ ഈ കാര്യകാരണങ്ങൾ അല്ലെങ്കിൽ ഈ വിധി എന്ന് പറയുന്ന കാര്യം പഠിച്ചെന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അതുകൊണ്ട് കാരണം അതായത് നമ്മൾ പലപ്പോഴും നമ്മളുടെ പാണ്ഡിത്യം, നമ്മളുടെ അറിവ് പലപ്പോഴും യഥാർത്ഥ കാരണങ്ങളെ യഥാർത്ഥമായിട്ട് അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളെയും ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അത് ഉണ്ടാകരുത്. ഈ കോഴ്സ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന 10x മൈൻഡ് പവർ. മനസ്സിലല്ലേ? നിങ്ങൾ കാത്തിരിക്കുന്ന, നിങ്ങൾ ഓരോരുത്തരും വന്ന, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ അറിവിനെ എന്താണ്, നിങ്ങൾ ഏത് മേഖലയിൽ നിന്നാണോ വന്നോ അതിൻ്റെ അറിവിനെ 100% അല്ലെങ്കിൽ 10%, 10 ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതല്ല. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് നിങ്ങളുടെ മൈൻഡ് പവർ 10x ആയിട്ട് മാറ്റുകയും അത് നിങ്ങളുടെ പ്രൊഫഷണലി, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ പ്രാവർത്തികമാക്കാനും വേണ്ടി മാത്രമാണ് ഈ കോഴ്സ് ഉള്ളത്. അതല്ല ആത്മീയപരമായ, അല്ലെങ്കിൽ ഞാൻ ആത്മീയ ഒന്നിനെ കുറ്റം പറയല്ല. നമുക്ക് ഇവിടെ ആവശ്യം നമ്മൾ പഠിച്ച അറിവുകളെ അതേപോലെ എല്ലാ സ്ഥലത്തും കൊണ്ടുവന്ന് നമുക്ക് നോക്കിയാൽ നമ്മൾ ഉദ്ദേശശുദ്ധി വിട്ടു. ഇവിടെ എന്ന് പറയുന്നത് മുന്നോട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന, മുന്നോട്ട് ഇടപെടാൻ പറ്റുന്ന, മനുഷ്യനുമായി ഇടപെടാൻ പറ്റുന്ന, മനുഷ്യന് സമൂഹമായി ഇടപെടാൻ പറ്റുന്ന, മനുഷ്യന് ഈ പ്രകൃതിയുമായി ഇടപെടാൻ പറ്റുന്ന രീതിയിലേക്ക് 10 ഇരട്ടി വളർത്താൻ തീർച്ചയായും നമ്മുടെ കോഴ്സിന് പറ്റുമെന്ന വിശ്വാസത്തിലാണ് നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 1, 2, 3 പേരാണെങ്കിലും കഴിഞ്ഞ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാൾക്കും എന്ത് ചെയ്തിട്ടില്ല, അതിൽ മാറ്റം, അതായത് നമ്മൾ വിചാരിച്ച ആ 10 ഇരട്ടിയിലേക്ക് എത്തുന്നതിൽ ഒരു മാറ്റവും എന്നാണ്. 10 ഇരട്ടി എത്തിയിട്ടുണ്ട്, എത്താൻ അവർ തയ്യാറായിട്ടുണ്ട്. അത് അവരവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്, അവരവരുടെ ചിന്തയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ക്ലാസ്സുകളിൽ വരാത്ത ആൾക്കാരെ കുറിച്ച് എനിക്ക് പറയാനില്ല. ക്ലാസ് കൃത്യമായി ഞാൻ ഇതിനകത്തൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. 10ാം ബാച്ചുകാർക്ക് അത് ഞാൻ പറഞ്ഞിട്ടില്ല, എന്നാലും ബാക്കിയുള്ളവരുടെ ഞാൻ അത് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്നും, നിങ്ങൾ കൃത്യമായി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒന്നും മനസ്സിലായിട്ടില്ല, നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ റീഫണ്ട്, ഈ പൈസ ഞാൻ റീഫണ്ട് ചെയ്യും. അതായത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, നിങ്ങൾക്കൊന്ന് ഇതിനെക്കുറിച്ച് ഡെവലപ്പ് ആകാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ഞാനാണ്. പക്ഷെ പറയുന്ന വർക്കുകൾ, പറയുന്ന ആശയ രൂപീകരണങ്ങൾ, പറയുന്ന ചർച്ചകൾ, ഇനി അടുത്ത ചന്ദ്രവട്ടത്തിലോട്ടൊക്കെ പോകുമ്പോൾ പറയുന്ന പ്രാക്ടീസുകൾ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് നിങ്ങളുടെ കുറ്റം. അവർക്ക് റീഫണ്ട് ഇല്ല, അവർക്ക് റീഫണ്ട് ഇല്ല. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അതായത് ഏതെങ്കിലും ഒരു സ്കെയിലിൽ, ഏതെങ്കിലും ഒരു അളവുകോലിലൂടെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, പരിശോധിക്കാവൂ. അത് നമ്മളിവിടെ ഉദ്ദേശിച്ച, ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ച, അല്ലെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞ ഏത് സ്കെയിൽ വെച്ചിട്ടാണ് എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. അതുകൊണ്ട് അതായത് എനിക്ക് പകുതി എന്ന് പറഞ്ഞാൽ, അര എന്ന് പറഞ്ഞാൽ സമയത്തിന്റെ സ്കെയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ, ഒരു ദിവസത്തിന്റെ സ്കെയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അര ദിവസം എന്ന് പറയുന്നത് 12 മണിക്കൂറാണ്. ഒരു മണിക്കൂറിന്റെ സ്കെയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അര എന്ന് പറയുന്നത്, അര മണിക്കൂർ അല്ലെങ്കിൽ അര എന്ന് പറയുന്നത് 30 മിനിറ്റാണ്. ഒരു അടിയുടെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, 6 ഇഞ്ചാണ് ഒരു സെക്കൻഡ്, അവിടെ 6ആണ്. മനസ്സിലായില്ലേ? ഒരു കിലോമീറ്ററിന്റെ സ്കെയിൽ വെച്ചിട്ടാണ് നോക്കണമെങ്കിൽ 500 അര എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഏത് സ്കെയിൽ വെച്ച് ഏത് വിഷയത്തെ നോക്കി കാണണമെന്ന് നമ്മൾ പഠിക്കണം. അവിടാണ്, അതായത് നമ്മൾ പ്രസന്റിലി എന്തിനെ കുറിച്ചാണോ ചർച്ച ചെയ്യപ്പെടുന്നത്, പ്രസന്റിലി എന്തിനെ കുറിച്ചാണോ
നമ്മൾ മീറ്റ് ചെയ്യുന്നത്, ആ വേദികളിൽ നമ്മളുടെ വാക്കുകൾക്ക് പ്രാധാന്യം വരണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നടക്കുന്നതിന്റെ സ്കെയിൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അഭിപ്രായങ്ങൾ പറയണമെന്നുള്ളതാണ്. ശരിയാണോ അല്ലേ? ശരിയാണ് സർ. പലപ്പോഴും നമ്മളുടെ വേറെ പല സ്കെയിലുകൾ വെച്ചിട്ടാണ് മറ്റുള്ള ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവരുടെ വിഷയത്തിൽ സംസാരിക്കുക. വർഷത്തിന്റെ സ്കെയിൽ വെച്ച് നോക്കിയാലോ എത്രയായിരിക്കും? ഇങ്ങനെ ഓരോ കാര്യത്തിനും എന്തെല്ലാം സ്കെയിലുണ്ട്. അപ്പൊ സ്കെയിലിന്റെ മാറ്റമുണ്ട്, അളവിന്റെ മാറ്റമുണ്ട്. അത് ഒരു വിഷയത്തിലായാലും അതുണ്ടാകും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഏത് യാത്രയ്ക്കാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത്, ആ യാത്രയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലെ വരെ അനുഭവിച്ച അനുഭവ പാഠങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് 10x പവറിലേക്ക് പോകാമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനെങ്ങനെ ബ്രെയിനിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് വരുന്ന 3 ചന്ദ്രമാസ ഈ പഠനം കഴിഞ്ഞ് വരുന്ന പ്രാക്ടീസ് സെക്ഷനിൽ. അതിനുവേണ്ടി നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നതെന്ന്, അല്ലെങ്കിൽ ബ്രെയിനിൽ കൂടുതൽ വർക്ക് നിലനിർത്തുന്നതെന്ന്, നമ്മൾ ഈ പറയുന്ന ബ്ലോക്കുകളൊന്നും വരാതിരിക്കണമെന്ന് പറയുന്ന, റിസൾട്ടുകൾ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രതീക്ഷിക്കുന്ന നിരവധി പ്രാക്ടീസുകൾ ഉണ്ട്. അത് നേരത്തെ പറഞ്ഞപ്പോൾ ഓടിയും നടന്നും നടക്കുന്ന പ്രാക്ടീസുകൾ തന്നെയാണ്. അത് വെറുതെ മെഡിറ്റേഷൻ ചെയ്തിരിക്കലൊന്നും അല്ല. ഒത്തിരി കാര്യങ്ങൾ നമ്മളെ തലച്ചോറിനെ, ന്യൂറോണിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ ന്യൂറോണിനെ നമ്മളൊരു കാര്യം പറയുമ്പോൾ തന്നെ എനിക്കത് പറയാൻ ബ്ലോക്കായി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ആ വിഷയവുമായി ബന്ധപ്പെട്ട അടുത്ത ന്യൂറോൺ കണക്ട് ആകാത്തത് കൊണ്ടാണെന്ന് നമുക്കെന്നെ തിരിച്ചറിയും. അല്ല, അയ്യോ അവിടെ എന്തോ സംഭവിച്ചു, എന്തോ ഒന്നുമില്ല. അതിന് ഈ കോഴ്സിൽ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിനോടൊപ്പം നമ്മളുടെ ബ്രെയിൻ തന്നെയാണ്, ന്യൂറോൺ തന്നെയാണ്. പിന്നെ ലോബുകൾ, തലച്ചോറിലുള്ള ലോബുകൾ തന്നെയാണ്. നമ്മളെ സ്വഭാവത്തിൽ ചേഞ്ച് വരുന്നത് മനുഷ്യ പരിണാമത്തിന്റെ, അല്ലെങ്കിൽ തലച്ചോറിന്റെ പരിണാമത്തിന്റെ 3 ഏരിയകളാണ്. ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും നമ്മൾ എന്തുകൊണ്ട് അവിടെ കൺട്രോളിലായില്ല, എന്തുകൊണ്ട് നമ്മുടെ തലച്ചോറ് ഷിഫ്റ്റ് ആയതാണ് എന്ന് തിരിച്ചറിയും. അല്ലെങ്കിൽ അതിലൊരുന്ന് ഉയരഴിയും. ഷിഫ്റ്റ് ആയതാണ്, മൈൻഡ് ഷിഫ്റ്റ് ആയതാണ് അവിടെ. ഇതങ്ങ് തിരിച്ചറിയാന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അങ്ങനെ ഒരു ഇത് കാണിച്ചിട്ട് അത് നമ്മളുടെ ഒരു കുതന്ത്രമാണ്, അത് നമ്മളുടെ മനസ്സിലൊരു കുതന്ത്രമാണെന്ന് എനിക്ക് പറയാൻ പറ്റും. എന്താണ്? എങ്ങനെയോ സംഭവിച്ചു, അല്ല, ബ്രെയിൻ ഷിഫ്റ്റ് ആയതാണ്. ബ്രെയിൻ ഇപ്പോൾ ഉദാഹരണം, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു, ദേഷ്യത്തിൽ ഞാൻ ഭയങ്കരമായി പൊട്ടിത്തെറിച്ചു. എന്താണ്? എൻ്റെ ബ്രെയിനിലെ നിയോ കോർട്ടക്സ് എന്ന് പറയുന്ന ചിന്തിക്കാൻ പറ്റുന്ന എൻ്റെ ബോധ മനസ്സിൽ നിൽക്കുന്ന ഒരു പ്രോസസ്സിൽ നിന്നും എൻ്റെ ലിംബിക് സിസ്റ്റത്തിലേക്ക് ഡൈവേർട്ട് ചെയ്താണ്. ആ ലിംബിക് സിസ്റ്റത്തിൽ വികാരങ്ങളും കൂടി അതിനകത്ത് കയറണം. ആ വികാരങ്ങൾ എത്രമാത്രം കഠിനമാണോ ആ അത്രമാത്രം കഠിനതയിൽ നിന്ന് വീണ്ടും ഏതിലോട്ട് പോയി? റെപ്റ്റീലിയൻ ബ്രെയിനിലോട്ട് പോയി. അതുകൊണ്ടാണ് നമ്മളെപ്പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക്, ക്രോധത്തിലേക്ക് മാറ്റപ്പെട്ടത്. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ, ഈ കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞാൽ, അടുത്തൊരു സിറ്റുവേഷനിൽ അത് വരുമ്പോൾ നിയോ കോർട്ടക്സിൽ നിന്ന് അങ്ങോട്ട് മാറുന്നതിന് വേണ്ടി നമ്മളെ തലച്ചോറ് തയ്യാറായ ആ എനർജി, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ, ആ സാഹചര്യം, ആ ഫീലിങ്സ് ഒക്കെ തുടക്കമേ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ തലച്ചോറ് വാച്ച് ചെയ്യും. അതേസമയം വേറെ എന്തോ സംഭവിച്ചു, എങ്ങനെയോ സൃഷ്ടിച്ചു, എങ്ങനെയോ സംഭവിച്ചു. കാരണം കൂടുതൽ നമ്മൾ അത്ഭുതങ്ങളെ കുറിച്ച് പഠിക്കാനാണ് നടക്കുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ 6ാം ഇന്ദ്രിയങ്ങളെ കുറിച്ച് സംസാരിച്ചാൽ വാതോരാതെ സംസാരിക്കാൻ കഴിവുള്ളവർ നമ്മളുടെ 5 ഇന്ദ്രിയങ്ങളുടെ പവറിനെ കുറിച്ച് പറയില്ല. ഞാൻ എത്രയോ ആൾക്കാരോട് ക്ലാസ് ചെയ്തിട്ടുള്ളതാണ്. 5 ഇന്ദ്രിയങ്ങളുടെ പവറിനെ കുറിച്ച് ബോധമില്ല. 5 ഇന്ദ്രിയങ്ങൾ വെറുതെ ഉള്ളതല്ല. 5 ഇന്ദ്രിയങ്ങൾ തലച്ചോറുമായി എങ്ങനെ പ്രവർത്തിക്കുന്നു? ബാഹ്യേന്ദ്രിയങ്ങൾ ഇവിടെ നിന്ന് അകത്തോട്ട് പോകുന്നു, മനസ്സിലായില്ലേ? ബ്രെയിനിലേക്ക് അകത്തേക്ക് എടുക്കുന്ന 5 ഇന്ദ്രിയങ്ങൾ അല്ല. 5 ഇന്ദ്രിയങ്ങളുടെ പവർ പഠിക്കാൻ തന്നെ നമുക്ക് ഈ ഒരു മനുഷ്യ ആയുസ് പോരാ. അപ്പൊ നമ്മളെപ്പോഴും നമ്മളിലേക്ക് അനുഭവിച്ചിരിക്കുന്ന, നമ്മളിലേക്ക് അറിഞ്ഞിരിക്കുന്ന, നമ്മളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രോസസ്സുകളെക്കാൾ നമ്മൾ മഹാ അത്ഭുതങ്ങളെക്കുറിച്ചും അതീന്ദ്രിയ മനഃശാസ്ത്രത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ അന്വേഷിക്കണം. വേണ്ടാന്നല്ല, അതും കൂടിയുള്ളതാണ് മനുഷ്യന്റെ ഉയർച്ച.
പക്ഷേ നമ്മൾ സ്പേസിൽ പോകണം, പ്രപഞ്ചത്തിൽ പോകണം. പ്രപഞ്ചത്തിൽ പോകണമെങ്കിൽ ഇവിടെ ഈ ഒരു റോക്കറ്റ് എത്ര ഡിഗ്രിയിൽ എന്താണ് അത് 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 ചൂടാക്കി അല്ലെങ്കിൽ ഇന്ധനം ഔട്ട് ചെയ്ത് ഈ ഗുരുത്വാകർഷണം ഇത്രയാണ് അളവെങ്കിൽ ഇവിടെ നിന്ന് ഉയർന്ന് ഇവിടെ നിന്ന് ഭൂമിയുടെ അന്തരീക്ഷ വലയം വിട്ടു പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ചന്ദ്രൻ ഏത് വഴിക്ക് എവിടെ വരും എന്നറിഞ്ഞ് ചന്ദ്രനിൽ ഇറങ്ങുന്ന ഭൗതികവാദവും ഇതൊന്നുമില്ലാതെ 10 സെക്കൻഡ് കണ്ണടച്ച് അവിടെ എത്താന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായ വാദവും ഒക്കെ നമ്മൾ വിലയിരുത്തണം. അങ്ങനെ കൂടി വിലയിരുത്തുമ്പോൾ മാത്രമേ നമ്മൾ യാഥാർത്ഥ്യവുമായി അതായത് നമ്മൾ ഇവിടെ ജീവിക്കുന്നവരാണ്, മരിച്ചവരല്ല. മനസ്സിലായി? നമ്മൾ ഭൂമിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ കയ്യിലിരിക്കുന്ന ചരട്, പട്ടത്തിൽ കെട്ടിയ ചരട്, ആ പട്ടം ബാലൻസ് ചെയ്യുന്നത് പോലെ ചരട് പൊട്ടിയ പട്ടത്തിന് ഒരിക്കലും പറ്റില്ല. കണക്റ്റ് ആയോ? എന്നോട് ദേഷ്യം വരുന്ന നിങ്ങൾക്ക്? അപ്പൊ നമ്മളിൽ ഇവിടെ ചരട് വേണം. നമ്മൾ ഏത് ലോകത്ത് നമ്മളെ നോളതൊക്കെ അങ്ങ് കൊണ്ടുപോയാലും നമ്മൾ ഈ ഒരു ചുറ്റുപാടിൽ നമ്മളെപ്പോലുള്ള കുറെ മനുഷ്യരുടെ ഇടയിൽ ഒക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് തന്നെ നമുക്ക് പട്ടം വേണം, ഇവിടെ തന്നെ നമുക്ക് അതിന്റെ കണക്ഷൻ വേണം. നൂല് പൊട്ടിയ പട്ടവും ഒരു കുട്ടിയുടെ കയ്യിൽ ബന്ധിക്കപ്പെട്ട പട്ടത്തിനും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ നമ്മൾ 10x മൈൻഡ് പവർ, നമ്മുടെ തലച്ചോറ് 10 ഇരട്ടി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയുള്ള സ്കെയിലുകളായിരിക്കണം ഈ ക്ലാസ്സിലൂടെ കൊണ്ടുപോകേണ്ടത്. അതിനിടയ്ക്ക് നേരത്തെ പറഞ്ഞ നിങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് അവരവരുടെ മതപരമായി കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ഇതിനകത്ത് പറയാം. ഒരാളും അത് സ്ഥാപിച്ചെടുക്കാൻ നോക്കരുത്. അങ്ങനെ സ്ഥാപിച്ചെടുക്കാൻ പറ്റിയൊരു ഗ്രൂപ്പല്ല ഇത്. അഭിപ്രായങ്ങൾ പറയാം. എന്നാൽ ഞാൻ ചർച്ച ചെയ്യപ്പെടുമ്പോൾ, ഞാൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഞാൻ ഏത് സ്കെയിലിലൂടെയാണോ ഈ കാര്യങ്ങൾ പറഞ്ഞത് ആ സ്കെയിലിലൂടെ മാത്രം, ആ സ്കെയിലിലൂടെ ഇതിനെ അളക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്താണ്? നമ്മൾ തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം മാത്രമേ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് രീതിയിലേക്ക് പോകാം, ഏത് മേഖലകളിലേക്ക് പോയാലും, നമ്മൾ ഏത് ശൂന്യതയിലേക്ക് സഞ്ചരിച്ചാലും അവിടെയും നമുക്ക് ലോജിക്കിനെയും കൂടി, അല്ലെങ്കിൽ ലോജിക് മീൻസ് നമ്മളിൽ ഇന്നിരിക്കുന്ന അളവുകോല്, ആ അളവുകോലും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വില എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ നോക്കട്ടെ, ഞാൻ മനോഭാവത്തെ കുറിച്ച് ഇച്ചിരൂടെ പറയാം. ഇത് നമ്മളിപ്പോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കോസ്മിക് തത്വങ്ങൾ എന്ന് പറയുന്ന പ്രപഞ്ചത്തിന്റെ ഒരു തത്വമാണ്. മനസ്സിലായി? പ്രപഞ്ചത്തിന്റെ 8 തത്വങ്ങളിൽ കാര്യകാരണ തത്വം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ഇത്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, പറയൂ സാറേ. ചിന്തയും ആഗ്രഹവും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ചിന്തയും ആഗ്രഹവും തമ്മിൽ ചിന്ത എന്താണ്? ചിന്തയ്ക്കൊരു അരൂപിയുണ്ട്. മനസ്സിലായില്ലേ? അതായത് രൂപമില്ലാത്ത ഒരു ഡൈമെൻഷൻ ഉണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ ആഗ്രഹത്തിന് ഓൾറെഡി കാണാൻ പറ്റുന്നൊരു ഡൈമെൻഷൻ ഉണ്ട്. അതായത് ചിന്ത തുടങ്ങുന്നതിന്, മനസ്സിലായില്ലേ, ഒരു കാണാൻ പറ്റാത്ത, അതിന് അരൂപി എന്ന് പറയാം, കാണാൻ പറ്റാത്ത ഒരു ഡൈവേർഷൻ എന്താണ്
ഒരു ഒരു എന്താ ഒരു ഒരു ഡൈമെൻഷൻ ഉണ്ട്. അതൊരു അതായത് 1D 2D 3D 4D എന്നൊക്കെ പറയുന്ന പോലെ, മനസ്സിലായോ? അതായത് രൂപമില്ലാത്ത, രൂപം വ്യക്തമായി നിർണ്ണയിക്കാൻ പറ്റാത്ത, കോഗ്നിറ്റീവ് സൈക്കോളജിയിലൊക്കെ വളരെ വ്യക്തമായി പറയുന്നതാണ്. അതായത് ജ്ഞാനാത്മക മനഃശാസ്ത്രം എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് മനഃശാസ്ത്രത്തിൽ, മനസ്സിലായില്ലേ? അതില് കൃത്യമായിട്ട് ഈ ഇതിനെ ഷേപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാർമേഘത്തെ നോക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ അതിനെ വ്യത്യസ്തമായിട്ടുള്ള, നമ്മളെ തലച്ചോറിൽ കിടക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിത്രം ആ ആ കാർമേഘങ്ങൾ വെച്ച് നമ്മുടെ മനസ്സ് നിർമ്മിക്കും. അതാണ് അവിടെ ചിന്ത ഉണ്ടാവുക. ഒരുപക്ഷെ വേറൊരാൾക്ക് അതേ കാർമേഘം തന്നെ മറ്റൊരു ചിന്തയായിട്ടായിരിക്കും രൂപപ്പെടുന്നത്, മറ്റൊരു വസ്തുവായിട്ട് രൂപപ്പെടുന്നത്. ആ വസ്തുവിനെ പരിചയപ്പെട്ട എല്ലാ ഘടനയും കൂടിയുള്ള ചിന്തയാണ്. മനസ്സിലായോ? പക്ഷേ ആഗ്രഹത്തിന് അതല്ല. ആഗ്രഹത്തിന് വ്യക്തമായ ധാരണയുണ്ട്, എനിക്കിത് വേണം, എന്ത് വേണം എന്നുള്ളത്. ആഗ്രഹവും ചിന്തയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത്. ആ ചിന്തയെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതിനുവേണ്ടി സൂക്ഷ്മമായി ചിന്തിക്കുകയും ആ സൂക്ഷ്മമായി ചിന്തിച്ചതിനെ നമ്മൾ ആഗ്രഹിക്കുന്നതിന് വേണ്ടി ആശയ രൂപീകരണം ചെയ്യുന്നത് മനുഷ്യൻ. മനസ്സിലായോ സാറേ? ഓക്കെ. അപ്പൊ അതായത് ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾ എല്ലാവരും ഒരു സ്ഥലത്തെക്കുറിച്ച്, നല്ലതൽക്കൊന്നുമില്ല, നിങ്ങൾക്ക് ഓർമ്മയുള്ള ഒരു സ്ഥലത്തെക്കുറിച്ച് ചിന്തിക്കും. വളരെ പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റുന്നതാണ്. ചിന്തിച്ചു. ഓക്കെ. ജെൻസൺ സാർ ഇതിനെ പറയാമോ? എവിടെയാ ചിന്തിച്ചേ? സ്കൂളിലേക്ക്. ഓക്കെ. ആ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതിന് ഇതിന്റെ ചുറ്റിലുമായിട്ട് ഇന്നലെയും മെനിഞ്ഞാന്നും ഇന്നുമായിട്ടൊക്കെ പല കാരണങ്ങളുണ്ട്. നിങ്ങളെ ന്യൂറോൺസിന് സൂക്ഷ്മമായി കിടക്കുന്ന കാരണങ്ങളുണ്ട്. സ്കൂളല്ലാതെ എന്തുകൊണ്ട് മറ്റൊരു സ്ഥലം തിരഞ്ഞെടുത്തില്ല? സ്കൂളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ആ സ്കൂളിലേക്ക് ആദ്യം കൊണ്ടുപോകാൻ പ്രേരിപ്പിച്ച നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് കൊണ്ടുപോകാമായിരുന്നു. അത് നിങ്ങളുടെ സൂക്ഷ്മമായ ആ അരൂപിയായിട്ടുള്ള ആ ബോധത്തിനാണ്. ചിന്തകളുടെ തുടക്കം എന്ന് പറയുന്നത് അരൂപമാണ്. രൂപമില്ലാത്തതിൽ നിന്നാണ് തുടങ്ങുന്ന ചിന്ത. അത് വേറെ സ്ഥലം എടുക്കാമായിരുന്നു. പക്ഷെ അവിടെ കൊണ്ടുപോകണോ എന്നുള്ളത് തീരുമാനമല്ലായിരുന്നു. ഞാൻ പറഞ്ഞപ്പോ പെട്ടെന്ന് പോയതാണ്, അല്ലേ? അതാണ് പറഞ്ഞത്. ഈ ഇതുമായി ബന്ധപ്പെട്ട് സബ് കോൺഷ്യസ് മൈൻഡിനകത്ത്, അതായത് നമ്മൾ ഇന്ന്, പ്രത്യേകിച്ച് ഇന്നോ ഇന്നലെയോ അറിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ സ്വാധീനിച്ചിട്ടുള്ള വിഷയങ്ങൾ നിങ്ങളുടെ ന്യൂറോൺസിന്റെ പല സ്ഥലങ്ങളിലായിട്ട് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് അത് കണക്ട് ചെയ്തത്. ഉദാഹരണം പറഞ്ഞാൽ, ഞാനൊരു വൃത്തം പറയണം, ഒരു റൗണ്ട് പറയുകയാണെങ്കിൽ ആദ്യം എല്ലാവരിലും ചിന്ത പറഞ്ഞാൽ ഇപ്പൊ എന്തായിരിക്കും? ഒരു റൗണ്ട് വെച്ചിട്ട് ഒരു വസ്തു സങ്കല്പിക്കാൻ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എന്തായിരിക്കും? സൂര്യനായിരിക്കില്ലേ? സൂര്യനോ ചന്ദ്രനോ ഭൂമിയോ ഒക്കെ അല്ല, സൂര്യനോ ചന്ദ്രനോ ഭൂമിയോ ഒക്കെ ആയിരിക്കില്ലേ? കാരണം എന്താണ്? നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അതാണ്. അതുകൊണ്ട് പെട്ടെന്ന് എടുക്കാൻ അതേ പറ്റൂ. ഇതിനകത്തുനിന്ന് ഇപ്പോൾ ഇന്ന് ക്രിക്കറ്റ് കളിച്ചിട്ട് വരികയോ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരുന്ന ആളാണെങ്കിൽ ക്രിക്കറ്റ് കളി ബോൾ കാണാം, ഫുട്ബോൾ കാണാം. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ ചിന്തിക്കപ്പെടുന്നതിന് ഇന്നലെയോ ഇന്നോ മെനിയാന്നോ സ്കൂൾ ജീവിതത്തിൽ ബാല്യകാല സഖിയെല്ലാം കണ്ട കാരണം ആ കളി കണ്ടു. ശരി. അപ്പൊ ഇപ്പൊ ആ സ്കൂള് മനസ്സിൽ വന്നില്ലെങ്കിൽ പോലും ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ബാല്യകാല സഖിയെ കണ്ടാലും മതി, സ്കൂൾ ഓർമ്മ വരാം.
മനസ്സിലായോ? ചിന്തകൾ അങ്ങനെയാണ്. ആ ശരിയാ. അപ്പൊ ചിന്തയും സ്വപ്നങ്ങളും എന്ന് പറഞ്ഞാൽ ഇത് ചിന്തകളുടെ ഇത്ര സിമ്പിളാണെന്ന് ഇതൊക്കെ. ഇതൊന്നും ഭയങ്കര സംഭവങ്ങളൊന്നുമല്ല. ശരിയാണ്. ഇന്ന് വൈകുന്നേരം സ്കൂൾ ഗ്രൂപ്പിൽ ഒരാളായിട്ട് സംസാരിച്ച ഞാൻ എന്തൊന്ന് പറയട്ടെ. വേറെ പലതും വരും. മാഷ് സാറിനോട് പുറത്തിട്ട് വരുമ്പോ സാറ് എല്ലാം പൊളിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല സാറേ, അപ്പൊ സറിയെ സ്വന്തമാക്കാന്നുള്ളതാണ് ആഗ്രഹം? അതല്ല ആഗ്രഹം. അതാണ്. അല്ല, ചിന്തയും ആഗ്രഹവും പറയുമ്പോൾ ഇതേപോലെ ഇപ്പോ നമ്മൾ ആ സ്കൂളിൽ പെട്ടെന്ന് ആ ചിന്ത വരുമ്പോൾ ആ സ്കൂളിലേക്ക് പിന്നെ ഒന്ന് പോയാലോ, അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം ആലോചിക്കുമ്പോൾ ആ ചിന്ത വന്നപ്പോൾ ആ കാറ് വാങ്ങിയാലോ. മനസ്സിലായില്ലേ? ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു പൂന്തോട്ടത്തിൽ യാത്ര ചെയ്യാണ്. ഒരു പൂന്തോട്ടത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത്, നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു പൂമ്പാറ്റ വന്ന് ഒരു പൂവില് എന്ത് ചെയ്തു, വന്ന് അതിന്റെ തേൻ കുടിക്കുന്നത് കണ്ട് ഇങ്ങനെ പറന്ന് വരുന്നത് കണ്ട് മനസ്സിൽ സൂപ്പർ എന്ന് കാണുന്നതിനോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാണ്, ഇതിനെ ഒന്ന് പകർത്തി സൂക്ഷിച്ച് ആരെങ്കിലും കാണിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ എന്ന് തോന്നുന്ന സമയത്താണ് അവനൊരു ക്യാമറ വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവണം. മനസ്സിലായോ? ചിന്തയും ആഗ്രഹവും തമ്മിലുള്ള കണക്ഷൻ ഇതാണ്. പിന്നെ എന്ത് ചെയ്യും, ക്യാമറ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ വാങ്ങാം, അതിന് എന്തൊക്കെ ചെയ്യണം. പിന്നെ ഇവന്റെ ചിന്തകളെല്ലാം എന്ത് ചെയ്യണം, ആശയമാക്കണം. അത് പണമാക്കണം, ക്യാമറ മേടിക്കണം, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ബ്രെയിൻ തുടങ്ങും. യെസ്, അവിടെ വിത്തിട്ടു. മനസ്സിലല്ലേ? അവിടെ വിത്തിട്ട് അതായത് അത് മൂലകാരണം. ആ പൂമ്പാറ്റ വന്ന് തേൻ കുടിച്ച് നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ചത് മൂലകാരണമാണെങ്കിൽ അതിനു വേണ്ടി പൈസയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചതൊക്കെ പരോക്ഷ കാരണമാണ്. ആ ക്യാമറ കയ്യിൽ കിട്ടുന്നത് പ്രത്യക്ഷ കാരണമാണ്. അവിടെ അങ്ങനെയും ആശയവൽക്കരണം ചെയ്യാം, ആശയ രൂപീകരണം കൊടുക്കാം. മനസ്സിലായില്ലേ? കേട്ടില്ല? അങ്ങനെ പിന്നെ പൊളിക്കണം. നമുക്ക് റിസൾട്ട് ഉണ്ടാവണമെന്നേ. നമുക്ക് ഇതിനകത്ത് റിസൾട്ട് ഉണ്ടാവണം. ഈ റിസൾട്ട് ഉണ്ടാകുന്നതാണ് നമ്മളുടെ, അതായത് നമുക്ക് പ്രപഞ്ചം, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ക്ലാസ് ചെയ്യുമ്പോൾ പ്രപഞ്ചമായിട്ടാണ് കണക്റ്റഡ്. പ്രപഞ്ചത്തിനോടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ വരുന്ന ഓരോ ആൾക്കാരോടുള്ള ഉത്തരവാദിത്വം എനിക്ക് ചെയ്തു കൊടുക്കേണ്ടത് പ്രപഞ്ചമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. യൂണിവേഴ്സൽ ബാങ്കൊക്കെ നിങ്ങൾക്ക് കൃത്യമായി കണക്റ്റ് ആയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതിലൊക്കെ പ്രപഞ്ചമായിട്ടാണ് കണക്റ്റ് ഉള്ളത്. അപ്പോൾ കൃത്യമായിട്ടും ഇവിടെ എന്താണ്, ഞാൻ ഇത്രയും പേർക്ക് ക്ലാസ് കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് എനിക്ക് സ്വപ്നങ്ങൾ നിറയിക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യങ്ങൾ നേടുക എന്നുള്ളതല്ല. എന്ത് ചെയ്യാം, ഞാൻ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്, അത് നമ്മുടെ ശ്രീദേവി ടീച്ചറൊക്കെ അല്ലെ, സബിത ടീച്ചറൊക്കെ ഞാനത് അടുത്ത് പറയണം എന്നുള്ളത് നമ്മളെ സ്കില്ലുമായി ബന്ധപ്പെട്ടും കൂടിയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതായത് അതിൽ നിന്ന് നിങ്ങളുടെ ഒരു കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങി പോകുന്നവരുണ്ടല്ലോ, അത് റിസൾട്ട് ആയിരിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയണത്, എങ്ങനെ നിങ്ങളെ ഇത്രയും പേര് ഞാൻ ഇപ്പോഴും ഇവിടെ വന്നിരുന്നിട്ട് അങ്ങനെ മനസ്സിലായോ, ഇങ്ങനെ മനസ്സിലായോ, അത് മനസ്സിലായോ, ഇത് മനസ്സിലായപ്പോഴത്തേക്ക് എഡ്യൂക്കേഷൻ്റെ ഒരു ഇതിൽ വെച്ച് നോക്കുകയാണെങ്കിലും, എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൻ്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിലും 8ാം ക്ലാസ് വരെ പഠിച്ച ഞാൻ ഏത് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്താണ് ക്ലാസ് എടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഞാനിത് അവിടെ നിങ്ങളെ എന്താണ് അടിപ്പിക്കണ്ടേ, ഞാൻ അടിപ്പിക്കണ്ടേ. അതല്ലേ എൻ്റെ ലക്ക്, അല്ലെങ്കിൽ എനിക്ക് സന്തോഷം. ഓക്കെ, ഇനി 10:30 നമുക്ക് ഇനി അല്പം സൗഹൃദ സംഭാഷണങ്ങളൂടെ പറഞ്ഞ് നമുക്ക്
വിധിയും മനഃശക്തിയും എന്ന് പറയുന്ന ഒരു ഏരിയയെ നമുക്കറിയാം. ഇനി ഇതിനകത്ത് നമ്മുടെ കൽപ്പന ടീച്ചർ വന്നോ? ഞാൻ ഇടയ്ക്ക് നേരത്തെ കണ്ടതുപോലെ തോന്നി. അതെ സർ, ഇപ്പൊ ഞാൻ ആക്ച്വലി ജോയിൻ ചെയ്തു. കംപ്ലീറ്റ് ആക്കി ഇടയ്ക്കാണ് വന്നത് അല്ലേ? അതെ, ടീച്ചർ ഇതിനകത്ത് പരിചയപ്പെടുത്തിയില്ലല്ലോ ഗ്രൂപ്പിൽ വന്നപ്പോ. അല്ലാതെ ഞാൻ 10th ബാച്ച് ആയതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തില്ലായിരുന്നു. അല്ല, ഇപ്പോ നമ്മൾ ടീച്ചറിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാനും ഇതിനകത്ത് നമ്മളെ ഡിസ്കഷൻ ഗ്രൂപ്പിലെ ചർച്ചകളൊക്കെ ഇടയ്ക്കെങ്കിലും കേൾക്കുന്നുണ്ടോ? നമ്മളെ കൂടപ്പുറപ്പുകളൊക്കെ എങ്ങനെയുണ്ട്? വെരി ഫൈൻ സർ. ഒന്ന് ക്യാമറ ഓൺ ആക്കാൻ പറ്റുമോ? ഒന്ന് കാണാനാണ്. വോയിസ് മാത്രമേ നേരത്തെ കേട്ടിട്ടുള്ളൂ. വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അല്ല, കിച്ചണിലാണ് സർ. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. കിച്ചണിലാണ്. അതിന് കിച്ചണിൽ നമുക്കൊന്നും തരണ്ട. ഞാൻ നാളെ ഓപ്പൺ ക്യാമറ ഓൺ ശരി 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 ശരി. കൽപ്പന. അതെന്താ സീക്രട്ട് ആയിട്ടുള്ള ഫുഡാവും. അത് നന്നായിട്ട് സീക്രട്ട് വെച്ചിട്ടാവും. ടീച്ചർ ഒന്ന് പറയൂ. ടീച്ചറെ പുതിയ അന്ന് ടീച്ചർ വന്നതിന് ശേഷം ഒത്തിരി പേരുണ്ട്. അപ്പോൾ ടീച്ചറിനെ ഒന്ന് പരിചയപ്പെടുത്തുകയും അത് ഒത്തിരി പേർക്ക് കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ ഇതിനകത്തേക്ക് ടീച്ചറിൽ നിന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. അതായത് എഡ്യൂക്കേഷൻ മേഖല ഇതൊക്കെ നമ്മൾ പറയുന്നതൊക്കെ വെറും ചിന്തകളുടെ എവിടെ നിന്നൊക്കെയോ പറക്കി ഇടിക്കുക കുറച്ച് ചിന്തകളുടെ ഭാഗത്തുനിന്ന് മാത്രമാണ്. അതിനെ എഡ്യൂക്കേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് എത്രമാത്രം ബന്ധമുണ്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നതെന്ന് നമുക്ക് തന്നെ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന നമ്മുടെ ഈ ഗ്രൂപ്പിന് തന്നെ കുറച്ചും കൂടി പ്രചോദനമാകുന്നതിന് വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തണമെന്നൊക്കെ പറയുന്നത്. ഓക്കെ സർ. ഞാൻ ഡോക്ടർ കൽപ്പന മേനോൻ. ഞാൻ ബേസിക്കലി ബോർൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ കർണാടക. കോഴിക്കോടാണ് ഞാൻ ആക്ച്വലി. എൻ്റെ ഹോം ടൗൺ കോഴിക്കോട്. പക്ഷെ ഞാൻ ഇവിടെ കർണാടകത്തിലാണ് ജനിച്ച് വളർന്നത്. ഞാൻ സൈക്കോളജിസ്റ്റായിട്ട് 15 years ഞാൻ പ്രാക്ടീസ്. എൻ്റെത് കൗൺസിലിംഗ് സെൻറ്റർ ഉണ്ട്. ഞാൻ ആക്ച്വലി സോഷ്യൽ വർക്കറായിരുന്നു, പ്രൊഫസറായിരുന്നു, സൈക്കോളജി പ്രൊഫസർ. ഇപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്യുകയാണ്. ഞാൻ ആക്ച്വലി PhD in psychoanalysis studies, MSc psychology and MS counseling and psychotherapy at NIMHANS, Bangalore. Clinical hypnotherapy. ഞാൻ ഇതെല്ലാം എൻ്റെ കോളേജ് സൈക്കോതെറപ്പി ഡിപ്ലോമോ, സെക്ഷുവൽ സൈക്കോതെറപ്പി ഡിപ്ലോമോ, ഇങ്ങനെ ഒരുപാട് സൈക്കോളജി കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനത് എൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്ന റീസൺ ഇത്രേ ഉള്ളൂ. ഞാൻ 16 years പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്തിട്ട് പോന്നു. എനിക്ക് ചില കാര്യങ്ങൾ ഇപ്പം സാർ പറയുന്ന കാര്യങ്ങൾ എനിക്കൊരു പുതിയ അറിവായിട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട് സർ. ആക്ച്വലി ഞങ്ങൾ കുറേ ടെക്നിക്സ് ഉണ്ട്, സൈക്കോളജി സൈക്കോതെറപ്പി ഉണ്ട്, കുറേ ഞങ്ങൾ ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട്. ബ്രീതിങ് ടെക്നിക്സ്, മെഡിറ്റേഷൻ ടെക്നിക്സ്, സൈക്കോ അനാലിസിസ് ടെക്നിക്സ് എല്ലാം ഞാൻ പ്രാക്ടീസിൽ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ സർ പറയുന്ന ഈ കാര്യങ്ങൾ ഭയങ്കര ചെറിയ കാര്യങ്ങളായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പോൾ 3 days ആയി ആക്ച്വലി ജോയിൻ ചെയ്തിട്ട്. പക്ഷെ ഞാൻ ജോലി 10-10:30 ആവും ചില സമയത്ത് ഞാൻ എൻ്റെ ക്ലിനിക്കിൽ നിന്ന് വരുമ്പോൾ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കേൾക്കുന്നുണ്ടായിരുന്നു സാറിൻ്റെ ക്ലാസ്സസ് എല്ലാം. റെസ്പോൺസ് ചെയ്തില്ല. പക്ഷേ ഇറ്റ്സ് വണ്ടർഫുൾ ക്ലാസ്സസ്, ആക്ച്വലി നൈസ് ക്ലാസ്. പിന്നെ ആക്ച്വലി ഞാൻ സാർ പറയുന്ന പോലെ സാർ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നി. ഞങ്ങൾ ആക്ച്വലി ഞങ്ങളെ സെൻസ് ഓർഗൻസിൻ്റെ കഴിവും അതിൻ്റെ കപ്പാസിറ്റിയും അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ ആ ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് ഞങ്ങൾ 6th sense, എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ കൂടുതൽ ചിന്തിക്കുന്നത്. ആക്ച്വലി ഞാനും ഇതുവരെ സാർ പറയുന്ന പോലെ എനിക്ക് ഈ സൈക്കോളജി എല്ലാം ഒന്നും അല്ല എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട് സാർ. അങ്ങനെയല്ല. അത് നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിവിനെ, അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിരിക്കുന്ന, അതായത് നമ്മളിൽ പലരും ടീച്ചറെ അനുഭവിച്ചിട്ടുള്ളതാണ്. ജീവിതത്തിൽ കുറെ അനുഭവിച്ചിട്ട് അതിനെ പഠിച്ചെടുത്തവരാണ്. മനസ്സിലായില്ലേ? ടീച്ചറിനെ ജീവിതത്തിൽ ഇത്രയും കാലം അനുഭവിച്ചതുകൊണ്ട് അതിനോടൊപ്പം തന്നെ നിരവധി കാര്യങ്ങൾ പഠിച്ചെടുത്തതുമുണ്ട്. അപ്പൊ പഠിച്ചെടുത്ത കാര്യങ്ങളെ അനുഭവിക്കാനും കൂടി തയ്യാറാവുമ്പോൾ, ഇപ്പോൾ നമ്മൾ 6th സെൻസിനെ കുറിച്ച് വരെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ
മനസ്സിലായി. ഫിഫ്ത്ത് നമ്മൾ 5 ഇന്ദ്രിയങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാതിരുന്ന, അപ്പൊ ഈ കാര്യം പറയുമ്പോൾ ഒരുപക്ഷെ നമുക്കൊരിക്കലും എന്ത് ചെയ്തിട്ട് ആറാമതൊരു ഇന്ദ്രിയത്തെ കുറിച്ചുള്ള ഒരു സൈക്കോളജിക്കൽ വശം അറിയില്ല. പക്ഷെ ടീച്ചറിന് അതറിയാം, അതൊരു അറിവാണ്. പക്ഷേ ആ അറിവിനെ നമ്മൾ ഇന്നലെ വരെ അനുഭവിച്ചതുമായി കോർത്തിണക്കി നമ്മൾ അനുഭവിച്ചെടുക്കുമ്പോൾ എവിടെ, അതായത് ഇപ്പോൾ ടീച്ചർ ഏത് ലെവലിലാണോ നിൽക്കുന്നത് ആ ലെവലിന്റെ 10 സ്റ്റെപ്പ് അല്ലെങ്കിൽ 10 എത്രയാണോ പഠിച്ചിരിക്കുന്നത് അതിന്റെ 10 ഇരട്ടി ഡെവലപ്പ് തീർച്ചയായിട്ടും നമുക്ക് ഇത് കൊണ്ടുവരാൻ പറ്റും. Yes, sir. Sure, sure. മനസ്സിലായി. അപ്പൊ ഇന്നലെ വരെ അറിഞ്ഞതൊന്നും അല്ല എന്ന് തോന്നണമെങ്കിൽ ടീച്ചറിന് 0 ആണ്. 0 × 10 എത്രയാ? What, sir? 0 × 10. 0, sir. അപ്പൊ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്കും 0 ആയിട്ട് പോകൂലേ? ഞാനൊരു കൗതുകവും തമാശയും ചിന്തിക്കാനും കൂടി പറഞ്ഞാണ് കേട്ടോ ടീച്ചറെ, വേറെ ഒന്നും വിചാരിക്കരുത്. Definitely, sir. എനിക്ക് മനസ്സിലാവും. കാരണം അത്തരം ഒരു എൻജോയിലൂടെ മാത്രമേ ഈ ക്ലാസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അവിടെ മാത്രമേ നമ്മൾ ഒന്നാണ് എന്നുള്ള, നമ്മൾ ഇതിനകത്ത് നമ്മൾ പ്രപഞ്ചത്തിൽ നിന്ന് എന്താണ് പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിന്റെ നക്ഷത്ര സമൂഹങ്ങളിൽ ഒരു നക്ഷത്ര സമൂഹമായ ഗാലക്സി, ആ ഗാലക്സിയിലെ ഒരു നക്ഷത്രമായിട്ടുള്ള സൂര്യൻ, ആ സൂര്യനിലെ അതിന്റെ ചുറ്റിലും 8 ഗ്രഹങ്ങളോളം ഉള്ളതിൽ ഒരു ഗ്രഹമായിട്ടുള്ള ഭൂമി, ആ ഭൂമിയിലെ ജീവജാലങ്ങൾ, ആ ജീവജാലങ്ങളിലെ ഒരു ജീവിയായിട്ടുള്ള മനുഷ്യൻ, ആ മനുഷ്യന്റെ മനുഷ്യന്റെ മനസ്സ്, ആ മനസ്സിൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഊർജമായിട്ടുള്ള ചിന്ത, ആ ചിന്തകളുടെ കൂട്ടമായിട്ടുള്ള ആശയരൂപീകരണം. അത് നമ്മൾ എത്രയാണോ നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്, എത്രയാണോ പഠിച്ചിട്ടുള്ളത്, അതെല്ലാം കൂടി ചേർത്തായിരിക്കും നമുക്കൊരു ആശയരൂപീകരണം ചെയ്യാൻ പറ്റുക. ടീച്ചറിന് ഇനി എന്തെങ്കിലും ഒരു ആശയരൂപീകരണം നടത്തണമെങ്കിൽ ടീച്ചർ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറച്ചും കൂടി മേലോട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ആശയരൂപീകരണം നടത്താൻ പറ്റും. മനസ്സിലായി. ഒരു സൈക്കിൾ ഉള്ളവൻ അവൻ കുറച്ചും കൂടെ ആശയം ചെയ്യണത് ഈ സൈക്കിളിൽ നിന്ന് ബൈക്കിലോട്ട് മാറിയാലോ എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഒരു കാറ് ഉള്ളവൻ കുറച്ചും കൂടി എന്ത് ചെയ്യുക, അതിന്റെ വലിയ സെറ്റപ്പ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകണം. അപ്പൊ ഇത് ഞാൻ പറഞ്ഞെന്ന് പറയുന്നത് അങ്ങനെയാണ് അവനെ ചിന്തിപ്പിക്കുകയുള്ളൂ, അവനെ പ്രേരിപ്പിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇന്നലെ വരെ ഇവിടെ പറയണത് അറിഞ്ഞ അനുഭവങ്ങൾ, വേദനകൾ, ഇതൊന്നും നമ്മൾ തള്ളിക്കളയാനുള്ളതല്ല, എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് എടുക്കാനുള്ളതാണ്. അനുഭവിച്ചതിനകത്ത് നിന്ന് പഠിച്ചെടുക്കുക, അതിനെ പഠിക്കുക, വീണ്ടും അനുഭവിക്കാനായിട്ട് പോകരുത്. അതുപോലെ ഇന്നലെ വരെ പഠിച്ചെടുത്ത കാര്യങ്ങളെ അതിനെ അനുഭവിക്കാനുള്ള തയ്യാറാവണം, അല്ലാതെ വീണ്ടും അതിനെ പഠിക്കുക മാത്രമല്ല ചെയ്യേണ്ടതെന്നും കൂടിയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ ടീച്ചറെ നമുക്ക് ഒത്തിരി പേർക്ക്, അതായത് ഇതിനകത്ത് നമ്മൾ വരുന്ന ചില ലോജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോളജിക്കൽ വശങ്ങളെ കുറിച്ച് വളരെ പരിമിതമാണ് ഇതിനകത്ത്. ഒത്തിരി പേര് നമ്മുടെ മനുഷ്യൻ, അതായത് മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരവുമായി ബന്ധപ്പെട്ടല്ല ആ പേര് രൂപപ്പെട്ടിരിക്കുന്നത്, മനസ്സുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ കാണാൻ പോലും പറ്റാത്ത ആ മനസ്സിനെ ബന്ധപ്പെടുത്തിയാണ് മനുഷ്യനെന്ന് നമ്മൾ മലയാളത്തിൽ അല്ലെങ്കിൽ നമ്മളിവിടെ സംസാരിക്കുന്ന കാര്യം. അപ്പൊ അതായത് മനനം ചെയ്യുന്നവൻ, ചിന്തിക്കുന്നവൻ എന്ന് ഇത് തമിഴ് ലോകത്തെ തന്നെ ക്ലാസിക്കൽ ലാംഗ്വേജിൽ ഒന്നാണ്. അപ്പൊ ആ മനനം ചെയ്യുന്നവൻ, ചിന്തിക്കപ്പെടുന്നവനാണ് മനുഷ്യൻ. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും മനുഷ്യൻ എന്ന പേര് ഇട്ടിരിക്കുന്നെങ്കിൽ അത് പ്രത്യേകിച്ച് അക്കാഡമിക്കൽ പഠനമില്ലാതെ തന്നെ എല്ലാ മനുഷ്യനും മനസ്സിനെ കുറിച്ച് ധാരണകളുണ്ട്. ആ ധാരണകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അനുഭവിച്ച അറിവുകളിൽ നിന്ന് മാത്രമുള്ളൊരു നോളജാണ് ഇത്. അപ്പോൾ ടീച്ചറിന് ഒത്തിരി പേരെ ഇതിനകത്ത് പല കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് ഇതിനകത്തുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നേരത്തെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ പേര് വിട്ടുപോയി, ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞപ്പോഴും ഞാൻ ഇതിനകത്ത് പറഞ്ഞു. അതായത് ഒരുപാട് പേര് ഇനി എന്ത് ചെയ്യണം എന്നെ വിളിച്ച് കരുതിയിട്ടുണ്ട്, ഞാൻ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് ഒരു രക്ഷയില്ല, ഞാൻ ഇനി എന്ത് തുടരണമെന്നറിയില്ല, ജീവിതത്തിൽ ഒന്നും ആയില്ല എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോഴും ഞാൻ പറയണു, നമ്മളെ ഗ്രൂപ്പിലെ ആൾക്കാരുണ്ട് നിങ്ങളെ ക്ലിയർ ചെയ്യാൻ. മനസ്സിലായില്ലേ? അപ്പം
കാരണം അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ബിസിനസ് തുടങ്ങുന്നവർ എന്തെങ്കിലും ഒരു ഇപ്പോൾ കേരളം ഫുൾ ബിസിനസ്സുകൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അതായത് ഒരാൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ ആഗ്രഹമുള്ള അതിലേക്ക് ഒന്ന് കൈപിടിച്ച് ഉയർത്താൻ ഈ ഗ്രൂപ്പിലുള്ള മറ്റൊരാൾക്ക് അതിനേക്കാൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്തവർക്ക് കഴിയും. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെടുത്തി ഒന്ന് ചിന്തിപ്പിക്കുക എന്ന് മാത്രമാണ് ഈ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ കോഴ്സിൽ പണിയെടുക്കുന്നത് നിങ്ങളെല്ലാവരുമാണ്. ഞാൻ ഇവിടെ ഇങ്ങനെ വെറുതെ എന്നും വന്ന് ഇങ്ങനെ ക്ലാസ്സൊക്കെ എടുത്തിട്ട് ഞാനങ്ങ് പോകും. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കൽപ്പന ടീച്ചർ പരിചയപ്പെട്ടില്ല? അപ്പം നേരത്തെ എനിക്ക് കൽപ്പന കാരണം ഈ ഗ്രൂപ്പിൽ നമുക്ക് ഒത്തിരി മേഖലകൾ നമ്മളുടെ ഒരുപാട് സൈക്കോളജിക്കൽ കാര്യങ്ങളെ നമ്മളുടെ ചില സംശയങ്ങളെ ഞാൻ കൊടുക്കുന്നത് എനർജി മാത്രമാണ്. പക്ഷെ അതിൻ്റെ ഒരു വലിയൊരു വശങ്ങളെക്കുറിച്ച് ഇത് ഒത്തിരി പേരുണ്ട് ഇതിനകത്ത് സൈക്കോളജി കൈകാര്യം ചെയ്യുന്നവർ. അവരെല്ലാവരുടെയും ജോലിയാണ് മനഃശാസ്ത്രപരമായ കാര്യങ്ങളെ കൂടുതൽ ഫോളോ അപ്പ് ചെയ്യുക ബാക്കിയുള്ളവർക്കും കൂടെ പരിചയപ്പെടുത്തുക എന്നുള്ളത്. അത് നമ്മൾ മനസ്സിനെ കുറിച്ച് എപ്പോഴും സ്കെയിലാണ് മനസ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും നമ്മൾ പലപ്പോഴും ദർശനങ്ങളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളിൽ മാത്രം ആണ് ചർച്ചകൾ കൂടുതൽ വരുന്നത്. അത് ദർശനങ്ങളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ പ്രധാനമാണ്. അതിനോടൊപ്പം എഡ്യൂക്കേഷനിൽ അല്ലെങ്കിൽ സയൻസ് രീതിയിലും കൂടി മനസ്സിനെ ചർച്ച ചെയ്യപ്പെടുന്ന ആൾക്കാരും കൂടി ഇതിനകത്തുണ്ടെന്ന് അറിയുമ്പോൾ അതും ഒരു വലിയ സന്തോഷമാണെങ്കിൽ അങ്ങനെയും കൂടി നമ്മളതിനെ ചിന്തിച്ചെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ദർശനങ്ങളിലോ ഒന്നിനും എതിരെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. നമ്മൾ ദർശനങ്ങളെ മാത്രം കൂട്ടുപിടിച്ചുകൊണ്ടല്ല, അല്ലാതെയുള്ള അതിൻ്റെ ശാസ്ത്രീയപരമായ ചർച്ചകളും കൂടി അവരവർ ചിന്തിച്ച് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ കൂടുതൽ അവിടെയാണ് നമുക്കെന്താണ് ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് ആത്മീയതയുടെയും ഭൗതികതയുടെയും കേന്ദ്ര ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നു, അതിലൊരു സയൻസിന് തള്ളിക്കളയാൻ പറ്റിയിട്ടില്ല. ആത്മീയതയുടെയും ഭൗതികതയുടെയും കേന്ദ്രഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ആത്മീയപരമായി കൂടുതൽ ചിന്തിക്കുന്ന ആളിൻ്റെ തോട്ട് പ്രോസസ്സ് എന്തൊക്കെയാണ്, ഏറ്റവും കൂടിയ ഭാവന, മനസ്സിലായില്ലേ, ഇമാജിനേഷൻ. അപ്പോൾ ഈ ഇമാജിനേഷനും അതായത് ഈ തലച്ചോറിൻ്റെ വലത് ഭാഗം മാത്രമാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. തലച്ചോറിൻ്റെ വലത് ഇടത് ഭാഗങ്ങളായിട്ട് തിരിച്ച് അത് രണ്ടിലും കഴിവുകൾ ഉണ്ട് എന്ന് പറയുന്ന സയൻസും ഉണ്ട്. ഇതല്ല, ഇത് ഒരുമിച്ച് കണക്ട് ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. എങ്കിലും ലോജിക്കലി തിങ്കിങ്ങും അതേപോലെ തന്നെ ഇമാജിനേഷണലി തിങ്കിങ്ങുമായിട്ട് ബ്രെയിനിലുണ്ട്. അതിന് കൂടി ചേർന്ന് ഇരുന്നാലും രണ്ട് ഭാഗമായിട്ട് ഇരുന്നാലും ശരി. പക്ഷേ ആത്മീയപരമായി മാത്രം കൂടുതൽ ചിന്തിച്ചു പോകുന്നവരുടെ തലച്ചോറിൻ്റെ ഈ പറയുന്ന ഭാവനാപരമായിട്ടുള്ള ഈ ചിന്തകളായിരിക്കും ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഇമാജിനേഷണലി ചിന്തകളായിരിക്കും കൂടുതൽ വർക്ക് ചെയ്യുക. ലോജിക്കലി ചിന്ത കുറവാണ്. അതേസമയം ശാസ്ത്രീയത മാത്രം അല്ലെങ്കിൽ ഭൗതികത മാത്രം ചോദിച്ചുകൊണ്ട് നടക്കുന്നവരുടെ ലോജിക്കലി തോട്ടാണ് കൂടുതൽ വർക്ക് ചെയ്യുക. അവന് സ്നേഹം അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ വേദന കാണുന്നതല്ല, നമ്മുടെ ഒരു തിയറി, ആ തിയറിക്കപ്പുറം അങ്ങനെ പോകും. നമ്മളെ ഈ രണ്ട് തലച്ചോറിനെയും അല്ലെങ്കിൽ ഈ രണ്ട് പ്രവർത്തനങ്ങളെയും, രണ്ട് ഒരുമിച്ചാണെങ്കിൽ പോലും രണ്ട് പ്രവർത്തനങ്ങളെയും ഒരുമിച്ച് കോർത്തിണക്കി ഇത് രണ്ടും ഒരു മനുഷ്യന് കൊടുത്തേക്കാണ്. അല്ലാതെ വിശ്വാസികൾക്ക് മാത്രം ഒരു തലച്ചോറും വിശ്വാസം ഇല്ലാത്തവർക്ക് തലച്ചോറും അല്ല. ദൈവം സൃഷ്ടിച്ചപ്പോൾ ഇവിടെ നിരീക്ഷിക്കാനും പരിശോധിക്കാനോ അന്വേഷിക്കാനും കൂടെ ഇട്ടിരിക്കുകയാണ്. അത് ചെയ്യാതിരുന്നാലും ദൈവം ചോദിക്കില്ലേ, നീ എന്താണ് എന്നെ കുറിച്ചൊന്നും അന്വേഷിക്കാത്ത, അല്ല എന്നെ ഒന്ന് വിമർശിക്കാത്ത എന്തെന്നും കൂടെ ദൈവം ചോദിക്കും. അപ്പോൾ അതിനു വേണ്ടിയും കുറെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർന്ന ഒരു ലോകത്താണ് നമ്മളിവിടെ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? ഇന്നത്തെ ക്ലാസ് ശരിക്കും 7th ബാച്ചിന്റെ ലാസ്റ്റത്തെ നോട്ടായിരുന്നു. ആണോ? അപ്പൊ അത് ശരിക്കും ഞങ്ങളുടെ ക്ലാസ് അല്ലേ? 7th ബാച്ചിന്റെ ആയിരുന്നോ? അല്ല, 7th ബാച്ചിൽ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത 4 കായികളുടെ മുമ്പ് നമ്മൾ ഇട്ടുള്ള നോട്ടായിരുന്നു ഇത് നമ്മൾ ഓൾറെഡി നോട്ട് കഴിഞ്ഞായിരുന്നു. അതായത് 7th ബാച്ചിന്റെ ക്ലാസ് കൂടി അതാണ് ഇവിടെ കവർ ചെയ്ത് വരുന്നത്. അതായത് 7th ബാച്ച് ഓൾറെഡി ഇനി ഒന്നുമില്ല, എന്തിനും ഏതിനും എപ്പോഴും മനഃശക്തി എന്ന് പറയുന്ന ഒരു സെക്ഷനിലൂടെ അടുത്ത പ്രാക്ടീസ് സെക്ഷനിലേക്ക് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്.
വേഗം തുടങ്ങാം. അല്ല അതിപ്പോ നാളെ തുടങ്ങും. ഇന്ന് നമ്മൾ അതിന്റെ ബാക്കി ഷൂട്ടിങ് കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പൊ അതായത് അവിടെ കുറച്ച് പ്രാക്ടീസിന് വേണ്ടി കുറച്ച് പറഞ്ഞേ ഏ, ജനതമാശ മാത്രമല്ല തോന്നുന്നു ഇവിടെ ഞങ്ങളുടെ ബാച്ചിലത്തെ സെവൻത്ത് കുറച്ച് സ്ലോ ആയിട്ടാ പോകുന്നത്. ആൾക്കാർ അല്ലല്ല അല്ല അതാണ് ഇവിടെ ഇപ്പൊ എന്താണ് ഇവിടെ രണ്ടും കൂടിയാണ്. ഇവർക്ക് കൊടുത്തതും കൂടെ എന്ത് ചെയ്യാണ് ഇവിടെ കൊണ്ട് കണക്ട് ചെയ്യാണ് കേട്ടാ. അപ്പൊ അതായത് അവിടെ നോട്ട് എവിടെ എത്തി നമ്മുടെ മനുഷ്യനെ വിഴുങ്ങുന്ന 3 കായ്കളിൽ എവിടെ എത്തി. അപ്പൊ വിധിയും മനഃശക്തിയും കിട്ടിയില്ലല്ലോ. വിധിയും മനഃശക്തിയും അത് കിട്ടിയായിരുന്നു. അത് നോട്ട് കിട്ടി, ക്ലാസ് കിട്ടിയില്ലല്ലോ. ഇല്ല. അത് കിട്ടി. അതാണ് അവിടെ. അപ്പൊ ഈ 2 ടീമിനും ഉപയോഗമുണ്ട്. വിധിയും മനഃശക്തിയും കിട്ടിയപ്പോൾ ഇവരുടെ എന്താണ് കോസ്മിക് തത്വങ്ങളിൽ 8ാമത്തെ ബാച്ചിന്റെ കോസ്മിക് തത്വങ്ങളിൽ ഒന്ന് ഹോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? എന്തായാലും നിങ്ങൾ 7ാമത്തെ ബാച്ചിന് അടുത്ത പ്രാക്ടീസ് സെക്ഷൻ ആണ്. കമ്മിറ്റ്മെന്റ് പ്രപഞ്ചത്തിലാന്ന് പറഞ്ഞേക്കണോണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് പ്രപഞ്ചത്തിനോട് കീഴ്സായി പോകുമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ചെയ്ത് വരും. അല്ല 7ാമത്തെ ബാച്ച് ഇപ്പൊ നാളെ മറ്റന്നാളെ തുടങ്ങും. 7ാമത്തെ ബാച്ചും 6ാമത്തെ ബാച്ചും 5ാമത്തെ ബാച്ചും കൂടെ പ്രാക്ടീസ് സെക്ഷൻ തുടങ്ങും. അതിലൊക്കെ ആള് കുറവാണ്. എണ്ണം മെമ്പർമാരുണ്ടെങ്കിലും അവർ പലരും പല കാര്യങ്ങളായിട്ട് തുടക്കം വന്നുടനെ തന്നെ അവർ ഇതിലേക്ക് കണ്ടിന്യൂ ചെയ്തിട്ടില്ല. ക്ലാസ് ഇല്ല. ഇപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിച്ചിട്ട് മാഷേ എന്നെ 9ാമത്തെ ഇട് 10ാമത്തെ എടുത്ത് ജോയിൻ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് ഒത്തിരി പേര്. അതിൻ്റെ കൂടെയൊക്കെ വരുന്നുണ്ട്. പക്ഷേ അവിടെ ആ പ്രാക്ടീസ് സെക്ഷനിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ളവരെ തീർച്ചയായിട്ടും അങ്ങോട്ട് തന്നെ കൊണ്ടുപോകും. അടുത്ത നാളെ മറ്റന്നാളെ സ്റ്റാർട്ട് ചെയ്യും പ്രാക്ടീസ് സെക്ഷൻ. ഓക്കെ, എനിക്ക് നീ കൽപ്പന ടീച്ചർ എന്താ ടീച്ചർ പറഞ്ഞേ? ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ്. ഓക്കെ 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 താങ്ക് യു. ഓക്കെ, അടുത്ത ഓക്കെ 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 താങ്ക് യു സാർ. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഓക്കെ, നൈറ്റ്. സാറേ താങ്ക് യു. താങ്ക് യു സാർ. Good night. താങ്ക് യു സാറേ. താങ്ക് യു. താങ്ക് യു. എന്താ താങ്ക് യു സാറേ. ഗുഡ് നൈറ്റ് ഓൾ. ഓക്കെ, ഗുഡ് നൈറ്റ്. സാറേ നല്ല ക്ലാസ് ആയിരുന്നു. ഒത്തിരി ഇഷ്ടമായി. താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ താങ്ക് യു സാർ. ഓക്കെ താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. സാറേ ഹലോ. ഹലോ. സാർ ഇത് എന്റെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. ആദ്യമായിട്ടൊന്ന് ജോയിൻ ചെയ്തത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും കണക്റ്റ് ആയില്ല. ഒരു കുറെ കാര്യങ്ങളൊക്കെ ഈ പറയുമ്പോഴൊക്കെ ജസ്റ്റ് മനസ്സിലാവുന്നുണ്ടെങ്കിലും കണക്റ്റ് ആവുന്നില്ല. എവിടെയൊക്കെയോ വരുമ്പോഴേ ഒരു ചെക്കിങ് വേണ്ടതൊക്കെ വെച്ചിട്ടൊക്കെ പോവാണ്. എനിക്കത് ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, അതെന്താണെന്നറിയാമോ പക്ഷേ ഇത് 8ാമത്തെ ബാച്ചാണ്. വെറുതെ ഇന്നത്തെ ദിവസം ക്ലാസ് ഇല്ല. അപ്പോൾ ഇതൊന്ന് കേട്ടിരുന്നാൽ ക്ലാസ്സിലേക്ക് നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ എത്തുമ്പോൾ നല്ല രീതിയിൽ ഇത് കണക്റ്റ് ആവും. ഇത് നമ്മുടെ ക്ലാസ് നോട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ അതിന്റെ ഒരു ആക്ടിവിറ്റിയിലായിരുന്നു. എന്താ ഈ കേൾക്കുന്നത് എനിക്കൊന്നും കണക്റ്റ് ആവുന്നില്ല. വെറുതെ ആയിരുന്നു എന്നുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു മൊത്തം. അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. അതായത് വേണമെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ക്ലാസ്സിന് മാത്രം വേണമെങ്കിൽ കയറാം. അങ്ങനെ കണക്ട് ചെയ്തപ്പോൾ പിന്നെ ക്ലാസ് ഇത് വന്നിട്ട് ഇതിനെ തന്നെ പ്രാക്ടീസ് സെക്ഷനിലോട്ട് പോകുമ്പോഴത്തേക്ക് കറക്റ്റ് മനസ്സിലാവും, വേറെ ലെവലാവും. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിയുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്. ഇന്നത്തെ 8ാമത്തെ ബാച്ചിന്റെ ക്ലാസ്സിലാണ്. നോട്ട് ഇന്നലത്തെ സാർ ഇന്നാണോ വന്നേ?
ഓക്കെ ഓക്കെ. അതിൽ സാറിന് 3 വീഡിയോസ് ഇട്ട് തന്നോ? അത് കേട്ടു. ആ, അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി അടുത്ത നോട്ടുകളൊക്കെ തുടങ്ങുന്നത് നാളെ മുതലാണ് തുടങ്ങുന്നത്. ആ, ശരി. അപ്പം അത് മോർണിംഗ് അത് സാറിന് ഞാൻ പേഴ്സണൽ ഇട്ട് തന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ വീണ്ടും ആ ഗ്രൂപ്പിൽ തന്നെ ഇട്ട് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ പേഴ്സണലി അയച്ചു തന്നതാണ്. അപ്പൊ നമ്മുടെ ഈ ഡിസ്കഷൻ ഗ്രൂപ്പിലാണോ നോട്ട്സ് ഒക്കെ വരുന്നത്? അല്ലല്ലല്ല, 10 മറ്റേ 10 ഈ ഗ്രൂപ്പ് ബാച്ച് 10 ആഡ് ചെയ്തിട്ടില്ല സാറിന്? ഇല്ല എന്നെ ഡിസ്കഷനിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ 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 ഓക്കെ. ഇന്ന് വന്നത് ഞാനത് എൻ്റെ മൈ മിസ്റ്റേക്ക്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇതിൽ? 2 ഗ്രൂപ്പിൽ വരാത്തവരുണ്ടോ 10ാം ബാച്ച്?